വളരെ വ്യക്തമാണല്ലോ. പാലക്കാട് എടുത്ത് ഞങ്ങൾ 18,000 വോട്ടിന് ജയിച്ച സീറ്റാണ് ബൈ-ഇലക്ഷൻ. 2ാം സ്ഥാനത്ത് BJP ആയിരുന്നു. പരിതാപകരമായ 3ാം സ്ഥാനത്തായിരുന്നു. അവിടെ ഏറ്റവും ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി UDF കിട്ടേണ്ട വോട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് LDF ചെയ്യുന്നത്. അവിടെ ചെന്നാൽ വ്യക്തമാണ്. എനിക്ക് പാലക്കാട് കൈവെള്ളയിൽ എന്നാവല്ല അറിയാവുന്ന സീറ്റാണ്. ഞാനവിടെ 1 മാസം നിന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ ആളാണ്. ഓരോ മണ്ഡലവും ഓരോ ബൂത്തും കൃത്യമായിട്ട് അറിയാം. മനഃപൂർവ്വമായി BJPയെ ജയിപ്പിക്കാൻ വേണ്ടി ഫീൽഡ് ചെയ്യിപ്പിക്കുന്ന സ്ഥാനാർത്ഥി. അതിന് പകരം ഒരു തമ്മിലൊരു കച്ചവടമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതിന് കോൺഗ്രസിനെ നാണം കെട്ട പാർട്ടി എന്നാണ് രാജീവ് ചന്ദ്രശേഖർ വിശേഷിപ്പിച്ചത്. അത് അദ്ദേഹത്തെ പോലത്തെ ഒരാൾ പറയാൻ പാടില്ല. കാരണം കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയാണ്. പാർലമെന്റിലെ ഏറ്റവും വലിയ പ്രതിപക്ഷമാണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന പാർട്ടിയാണ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നാണം കെട്ട പാർട്ടി എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം അറിയില്ല, രാഷ്ട്രീയം അറിയില്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹം ബിസിനസ്സുകാരനാണ്. ആകാശത്ത് നിന്ന് നൂലി കെട്ടി കേരളത്തിൽ ഇറക്കിയതാണ് BJP. 3 പ്രാവശ്യം അദ്ദേഹം രാജ്യസഭാ അംഗമായപ്പോൾ BJP ടിക്കറ്റിലല്ല ജയിച്ചത്. എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കും. ഞാൻ സാധാരണ വ്യക്തിപരമായ ആരോപണങ്ങൾ പറയുന്ന ഒരാളല്ല. പക്ഷെ എന്റെ പ്രശ്നത്തെ നാണം കെട്ട പാർട്ടി എന്ന് ഒരു BJPക്കാരെ വിശേഷിപ്പിച്ചാൽ ഞാനതിന് മറുപടി പറഞ്ഞിരിക്കും. ആകാശത്ത് നിന്ന് നൂലിൽ കെട്ടിയിറക്കിയ ബിസിനസ്സുകാരൻ ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കണ്ട. അതാണ് എന്റെ മറുപടി. ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കണ്ട. ഞങ്ങൾ ഈ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കണ്ട. അടിയാണെന്ന് പറയുമ്പോഴും പാർട്ടി വിട്ട് ഏകദേശം അല്ലെങ്കിൽ പാർട്ടിയുടെ അനുഭാവമുള്ള ഏകദേശം 7ഓളം പേരാണ് ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നത് ഇവിടെ കേരളത്തിലല്ലേ. അത് ഞങ്ങൾക്ക് 5.5 ലക്ഷം, ഞാൻ പറഞ്ഞു 5.5 ലക്ഷം പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ട്. ഒരു 2.5 ലക്ഷം അനുഭാവി ഗ്രൂപ്പുണ്ട്. അതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട് ഇവിടെ ഈ കേരളത്തിൽ. അതിൻ്റെ അകത്ത് 4-5 ആൾ തെറ്റായ പ്രവണതയുടെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോവുകയും അതിൻ്റെ ഭാഗമായിട്ട് അവരെല്ലാം പുറത്താക്കപ്പെടുകയും ചെയ്താൽ ആ പുറത്താക്കപ്പെട്ടവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നത് എന്നാണോ നിങ്ങളുടെ ധാരണ? അല്ലാതായ തമ്മിലടി ഒരു തമ്മിലടിയില്ല. എല്ലാവരും പോയി. കോൺഗ്രസിൽ ഇനി ആരെങ്കിലും പോകാൻ ബാക്കിയില്ല. മിക്കവാറും എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് സ്ഥാനാർത്ഥി വ്യവസായിയാണ്. അത് CPM BJP ഡീൽ എന്നാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. അത് നുണ പറയുന്ന നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി അയാൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും ഓരോ നുണ. ഒരു നുണയല്ല, 8-9 നുണയാണ് ഓരോ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സതീശൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതികരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം രാവിലെ മുതൽ രാത്രി വരെ നുണ പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അതും തള്ളിക്കളി അസംബന്ധാണെന്ന്, കളവാണെന്ന്, നുണയാണെന്ന് പിന്നെ വേറെന്താ പറയണ്ടേ? കടുത്ത മത്സരം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM BJP ഡീൽ ഉണ്ട് എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ് കോൺഗ്രസ്. 10ഓളം മണ്ഡലങ്ങളിൽ പരസ്പരം സഹായിക്കാനായി ധാരണകൾ ഉണ്ടെന്നാണ് ആക്ഷേപം. ആരോപണം ശക്തിയായി നിഷേധിക്കുകയാണ് CPM. ആരോപണങ്ങളുടെ സത്യാവസ്ഥ എന്താണ്? 3ാം പിണറായി സർക്കാരിനായി പോരിനിറങ്ങുന്ന ഇടതുമുന്നണി എന്തെങ്കിലും ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? അതോ ഡീൽ ആരോപണം ഒരു രാഷ്ട്രീയ തന്ത്രമാണ്? വോട്ടർമാരുടെ മനസ്സിൽ സംശയങ്ങൾ സൃഷ്ടിക്കാനുള്ള സൂത്രത്തിലുള്ള ഒരു ശ്രമമാണ്? BJP CPM ഡീൽ എന്നത് യാഥാർത്ഥ്യമാണോ? അതോ വെറും പ്രചരണമാണോ? അതോ ഡീലുകൾ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ അനിവാര്യ ഭാഗമാണോ? കേരള രാഷ്ട്രീയത്തിലെ അടിയൊഴുക്കുകൾ എന്തെല്ലാം എന്ന് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നു. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. വളരെ വളരെ വാശിയേറിയ ഒരു മത്സരം നടക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരം സുപ്രധാനമായ വാഗ്വാദങ്ങൾ 2 കോണുകളിൽ നിന്നും ഉണ്ടാകുന്നത്. അതിന് കൃത്യമായ മറുപടി പല കോണുകളിൽ നിന്നും ഉയരുകയും ചെയ്യുന്നു. ഏതായാലും മഹി എന്നോടൊപ്പം ചേരുന്നു കിള്ളിപ്പാലത്ത് നിന്ന്. മഹി, ഒരു ഡീൽ ഉണ്ടാക്കി എന്ന ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഞാൻ മഹിയിലേക്ക് വരാം. ബാലകൃഷ്ണൻ വടകര, ശ്രീ ബാലകൃഷ്ണൻ വടകര. നമസ്കാരം. ഏകദേശം ഒരു 10 സീറ്റിന്റെ അടുത്ത് ഭാരതീയ ജനതാ പാർട്ടി ജയിക്കുമെന്ന് കോൺഗ്രസിന്റെ KC വേണുഗോപാലിന് മനസ്സിലായിട്ടുണ്ട്. അതാണോ ഈ 10 സ്ഥലത്ത് ഡീൽ ഉണ്ടെന്ന് പറയുന്നത്? അല്ല, ഡീൽ അങ്ങനല്ല. ഡീൽ ഇവർ തമ്മിലല്ലേ സാർ. അത്ര അന്തസ് KC വേണുഗോപാലിന് അത്ര അറിവുണ്ടെങ്കിൽ ഈ ഇന്ത്യ സഖ്യത്തിന് തമിഴ്നാട്ടിലും മറ്റുള്ള സ്റ്റേറ്റിലും തെരഞ്ഞെടുപ്പ് എടുക്കുന്നുണ്ടല്ലോ. അതിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ലോ കമാൻഡിനോട് ആവശ്യപ്പെടുന്ന ബഹുമാന്യ വേണുഗോപാൽ സാർ. പിന്നെ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ സാർ,
കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. അത് CPM BJP ഡീല് കൊണ്ടല്ല. ഞാൻ പറഞ്ഞില്ലേ, നിഷ്പക്ഷവാദികളായ വോട്ടർമാർ വോട്ട് ചെയ്യും. അതുപോലെ തന്നെ BJPക്ക് 10 സീറ്റ് കിട്ടും എന്നുള്ളതിൽ KC വേണുഗോപാൽ വരവട്ടിട്ട് യാതൊരു വിഷമോ ചെയ്യാത്തപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. 10 സീറ്റിന് മുകളിൽ പോകും, അതിന് യാതൊരു സംശയവും വേണ്ട. ഡീൽ ഇവർ തമ്മിലാണ്. കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുവാനാണ്. ഇവർ ഇന്ത്യ മുന്നണിയാണ് സാർ. വാളയാർ ചെക്ക് പോയിന്റ് അപ്പുറം കഴിഞ്ഞാൽ ഇവർ ഇന്ത്യ മുന്നണിയാണ്. അപ്പൊ ഇവർ കേരളത്തിൽ അധികാര പടമ്പലിക്ക് വേണ്ടി 2 മുന്നണിയായി ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഇവരാണ് ഡീലിന്റെ ആള്. പിന്നെ മഞ്ചേശ്വരത്ത് ബഹുമാന്യായ സുരേന്ദ്രൻ ജയിക്കാത്തത് ഇവരെ ഡീൽ കൊണ്ടല്ലേ? ഇവർ തിരിച്ചു മറിച്ച് വോട്ട് ചെയ്യല്ലേ? ക്രോസ് വോട്ട് ചെയ്യുന്നോണ്ടല്ലേ? അത് ഡീലാണെങ്കിൽ അതിലും അന്തസ്സുണ്ടായിരുന്നു. ക്രോസ് വോട്ടാണ് ഇവർ ചെയ്യുന്നത്. ഡീലാണെങ്കിൽ അതിന് അന്തസ്സുണ്ട്. അത് സംസാരിച്ചിട്ട് ഉറപ്പിക്കുന്നതല്ലേ. പക്ഷെ അല്ലാതെ ഇവർ കളവല്ല ചെയ്യുന്നത്. പിന്നെ MV ഗോവിന്ദൻ സാർ പറയുന്ന കേട്ടു കളവ പറയും കേസി വേണം. ഞാൻ കേസിനെ ന്യായീകരിക്കുന്നതല്ല, കളവേ ഇവരൊക്കെ വായിലെടുത്താ പറയൂ. ഗോവിന്ദൻ എന്താ കളവ് അറിയാത്ത ആളാ? ഗോവിന്ദനും വലിയ മികച്ച ആളാട്ടാ. അതുകൊണ്ട് ഗോവിന്ദനും KC വേണുഗോപാലും എല്ലാം കണക്കി കഴിഞ്ഞാൽ ഡീൽ ഇവർ തമ്മിലാണ്. 10 സീറ്റ് ഭാരതീയ ജനതാ പാർട്ടി കിട്ടുമെന്നുള്ളത് KC വേണുഗോപാലിന് അറിയാം. അതാണ് 10 സീറ്റ് ഡീല് പറഞ്ഞത്. അപ്പം 10 സീറ്റ് ജയിച്ചാൽ അത് പറയാലോ ഇവർ ഡീലായതുകൊണ്ടാണ്. ഇടതുപക്ഷ അധികാരത്തിലും വരും. അത് നിഷ്പക്ഷവാദികളായ വോട്ടർമാർ ചെയ്യുന്നത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ വിജയകുമാർ കൂടി എന്നോടൊപ്പം പട്ടാമ്പിയിൽ നിന്ന് ചേരുകയാണ്. ശ്രീ വിജയകുമാർ, പാലക്കാട് സീറ്റിനെ ചൊല്ലിയാണ് പ്രധാനമായ ആരോപണം നടക്കുന്നത്. വിജയകുമാർ ഇതിൽ എന്ത് കണക്കാക്കുന്നു? ഇതിൽ ഒരു ഡീലുണ്ട് എന്ന ആരോപണം ധാരാളം നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചു കാലമായിട്ട് മുഖ്യമന്ത്രി ഓഫീസിന് പങ്ക് അങ്ങനെ കുറെ കാലമായി കുറച്ച് വർഷങ്ങളെ തുടങ്ങിയിട്ടില്ല. എന്ത് കാര്യത്തിലും മുഖ്യമന്ത്രി ഓഫീസും പറഞ്ഞുകൊണ്ടിരിക്കുക. ഏറ്റവും എളുപ്പം എല്ലാ ആൾക്കാരും മിക്കവാറും ആൾക്കാർക്ക് ബോധ്യം കഴിഞ്ഞു. അത് പിന്നെ ഞാൻ അങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. ഡീൽ ഉണ്ടോ ഇല്ലയോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ല. ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ പാലക്കാട് നിർത്തി എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? അത് സതീശന് തോന്നുന്നു. സതീശൻ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു നുണ. ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് നിർത്തിയതെന്നാണ് ആക്ഷേപം. ഇതുവരെ ഒരു പൊതുപരിപാടിയിൽ കാണാത്ത ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിയത് എന്നാണ് അവരുടെ ആക്ഷേപം. അത് അവര് പറയുന്ന അതല്ലേ, ആ ഭാഗത്ത് ജനങ്ങൾ അറിയുന്ന സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ അല്ലെങ്കിൽ പൊതു രാഷ്ട്രീയ രംഗത്തൊക്കെ ഉള്ള ആളല്ല എന്നാണല്ലോ പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് സ്വതന്ത്രമായിട്ട് പല ആൾക്കാരും ഉണ്ടാവുമല്ലോ. ഇപ്പൊ ചില ആൾക്കാർ ലാസ്റ്റിലാണ് തീരുമാനിക്കുക. അവർ പാർട്ടി അനുഭാവികളാവും. ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്ത് ഈ കരമന സുധീർ അദ്ദേഹം പാർട്ടിയായിട്ട് ബന്ധമുള്ള ആളാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾ മാത്രമല്ല, അദ്ദേഹം ഒരു അപ്പൊ അങ്ങനെ ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളെ കണ്ടുപിടിച്ചു, മത്സരിപ്പിച്ചു. അദ്ദേഹത്തിന് ആ നിലയ്ക്കുള്ള സ്വീകാര്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മത്സരിപ്പിച്ചത്. അല്ലാതെ BJPയെ തോൽപ്പിക്കാൻ കരുതിക്കൂട്ടി നടത്തിയ BJP, അതായത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കി BJPയെ ജയിപ്പിക്കാൻ നടത്തിയ ഒരു നീക്കമല്ല എന്നാണ് കരുതുന്നത് അല്ലേ? അത് BJPയും കോൺഗ്രസിനെയും തോൽപ്പിക്കാന്നാണ് ശരിക്കും ഞങ്ങളുടെ നയം, ശരിക്കും പാർട്ടി നയം. കോൺഗ്രസിനും BJPയും അത് ഈ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, അത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യം തന്നെയാണ്. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പൊ അലിക്കോയ എന്നോടൊപ്പം ചേരുന്നത് താനൂരിൽ നിന്നാണ് അല്ലേ? അലിക്കോയ, അതെ. ഈ താനൂരിൽ വലിയ പ്രശ്നങ്ങളല്ലേ? അവിടെ സീറ്റ് അങ്ങോട്ട് മാറുന്നു ഇങ്ങോട്ട് മാറുന്നു, തിരൂര് വേണമെന്ന് പറയും അല്ലേ? താനൂരിൽ ഒരു പ്രശ്നവുമില്ല ഇല്ലേ? എന്ത് പ്രശ്നം? താനൂരിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി തിരൂര് വേണമെന്ന് പറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വാർത്തയിൽ കണ്ടത്. തിരൂര് അദ്ദേഹത്തിന്റെ നാടാണ്. പക്ഷെ താനൂരല്ലേ പ്രഖ്യാപിച്ചത്? അപ്പൊ പിന്നെ തിരൂരിക്ക് മാറി, അങ്ങനെയൊക്കെ ഉണ്ടായില്ലേ? അങ്ങനല്ല, അദ്ദേഹം കഴിഞ്ഞ തവണ തന്നെ പറഞ്ഞതാണ് ഞാൻ എന്റെ നാട്ടിൽ മത്സരിക്കാം. അതൊക്കെ എനിക്ക് മനസ്സിലായി, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടായില്ലേ? ഉണ്ടായി. ആശയക്കുഴപ്പം എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ചെറിയൊരു കുഴപ്പം അല്ല, ചെറിയൊരു എന്താ മനസ്സിലായില്ല എന്താണ് നടന്നതെന്ന് ആൾക്കൊരു സംശയം ഉണ്ടാക്കുന്ന തരത്തിലേക്കായിപ്പോയി. പോട്ടെ, അത് സാരമില്ല. അപ്പോൾ ഈ അങ്ങ് താനൂരുകാരനാണ്. അപ്പോൾ ഈ പാലക്കാട്, ചെങ്ങന്നൂർ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണ് ഡീൽ ആരോപണം പറയുന്നത്. അപ്പോൾ ഈ മലപ്പുറംകാരൊക്കെ എന്താ വിചാരിക്കുന്നത്? ഡീലിന് സാധ്യതയൊക്കെ ഉണ്ടോ? CPM ഒരിക്കലും BJPയുമായി ഒരു ഡീൽ ഉണ്ടാക്കില്ല, ഒരിക്കലും ഉണ്ടാക്കൂല. ഇവിടെ നമ്മൾ മുൻകാല ചരിത്രം നമ്മൾ കണ്ടതല്ലേ, കോലീബിസൊക്കെ ഉണ്ടാക്കിയത് ആരാണ്? CPM ഏറ്റവും കൂടുതൽ ശത്രുവായിട്ട് കാണുന്നത് BJPനാണ്, അല്ല കോൺഗ്രസിനല്ല. ഇവിടെ ഡീൽ ഉണ്ടാക്കിയത് കോൺഗ്രസ് UDFും. അങ്ങനെയെങ്കിൽ അങ്ങ് പറയുന്നത് സാഹചര്യം ശരിയാണെങ്കിൽ BJPക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലെല്ലാം ശക്തരായ CPM സ്ഥാനാർത്ഥികളല്ലേ വരേണ്ടത്? ഇവിടെ അത്ര കൊണ്ട് രാഷ്ട്രീയ പരിചയമില്ലാത്ത ഒരാളെ വെച്ചു എന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം.
അതേ പറഞ്ഞത് മുൻകാല ചരിത്രം അപ്പോൾ നമ്മൾ ഒരു തവണ നമ്മളെ നിയമസഭയിൽ BJP-ന്റെ ഒരു MLA ഉണ്ടാകുക. അത് എങ്ങനെ സംഭവിച്ചതാണ്? അവിടെ അന്ന് ആരാ ഡീൽ ഉണ്ടാക്കിയ? നേമത്ത് ഡീൽ സമയത്ത് അവിടെ വോട്ട് കുറഞ്ഞായിരിക്കാം CPM-നാണോ? അത് ശരി. അപ്പൊ ഇവിടെ ഡീൽ ഉണ്ടാക്കിയാണ് UDF-ഉം BJP-യും ആണ്. BJP-യുമായി CPM ഒരിക്കലും ഒരു ഡീൽ ഉണ്ടാക്കൂല. ഓക്കെ, അപ്പൊ നേമത്ത് ഡീൽ അന്ന് ഉണ്ടാക്കി, അതിന്റെ ഭാഗമായാണ് അവിടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ അവിടെ ഏറ്റവും ശക്തനായ കെ മുരളീധരനെ ഇറക്കിയതും കോൺഗ്രസ് ആണ്. കരുത്തൻ അങ്ങോട്ടും അല്ലേ? ഇപ്പൊ അവിടെ കെ ശബരിനാഥനെ ഇറക്കിയിരിക്കുന്നു കോൺഗ്രസ്. അദ്ദേഹവും അവരുടെ കരുത്തുറ്റ നേതാവെന്ന തരത്തിലാണ്. ഫോൺ കട്ടായി. ഓക്കെ, ശരി. ശരത്ത് ബാലരാമപുരത്ത്. ശരത്തെ, നമസ്കാരം. എന്തെങ്കിലും ഡീൽ ഉണ്ടെന്ന് ശരത്ത് വിശ്വസിക്കുന്നുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളിപ്പോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ 5 വർഷം ഭരിച്ചു, വീണ്ടും ഒരു 5 വർഷം, അങ്ങനെ 10 വർഷം അടുപ്പിച്ചിട്ടാണ്. ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, BJP മൂന്ന് പാർട്ടികൾ ശക്തമായിട്ടുള്ള രീതിയിൽ മത്സരിക്കുന്നു. ഇവിടെ സിനിമയിൽ അഭിനയിക്കുന്ന പ്രമുഖര്, ഗായകര്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ തന്നെ കുറച്ചുകൂടെ പ്രശസ്തിയുള്ള ആൾക്കാരെല്ലാം നിർത്തിയാണ് ഓരോ പാർട്ടികളും മത്സരിപ്പിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ജയസാധ്യത കിട്ടുന്നതിന് വേണ്ടിയാണ് അവർ അത്തരത്തിലൊരു മത്സരം നടത്തുന്നത്. പിന്നെ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ ഡീലുണ്ടെന്ന് പറയുമ്പോൾ ഏത് അർത്ഥത്തിലാണ് ഡീലുണ്ടെന്ന്? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത് ജയസാധ്യത കണ്ടാണ് ഈ പാലക്കാട് സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് എന്നാണ് താങ്കൾ കരുതുന്നത് അല്ലേ? ഏതൊരു പാർട്ടിയെ അവർ മുമ്പിൽ നിർത്തി ഇത് മാർക്കറ്റ് ചെയ്യണ്ടേ? നമുക്ക് ഏതൊരു സാധനം വിൽപ്പന എന്ന് പറയുന്ന ഇത് മാർക്കറ്റ് ചെയ്യണ്ടേ? അതിനുള്ള ഒരു ഐഡിയ ആണിത്. കാരണം ഓരോ പ്രമുഖരെ കൊണ്ടുവരുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? രാഷ്ട്രീയത്തിൽ അവർക്ക് ആ വിജയ സാധ്യത കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. ഞാൻ ഒരു ഉദാഹരണം ചോദിച്ചോട്ടെ. നമ്മൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി ഭരിച്ചുകൊണ്ട് ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ BJP ഇടയ്ക്ക് 1-2 സ്ഥലങ്ങൾ വന്നല്ല, അത് പിന്നെ അവർക്ക് കയറി വരാൻ പറ്റിയിട്ടില്ല. ജയസാധ്യത കൂടുതലും കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ് പാർട്ടിയൊക്കെ തന്നെയാണ്. ഇതിനിടയ്ക്ക് ആം ആദ്മി എന്നൊരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയെ പറ്റി ഒന്നും കേൾക്കാനില്ല. ഡൽഹിയിൽ ടോപ്പിക് അങ്ങ് മാറിപ്പോകുന്നു. ഓക്കെ, ശരി. ടോമി എറണാകുളത്ത്. നമുക്ക് കുറച്ച് പുതിയ പ്രേക്ഷകരൊക്കെ എന്നോട് പറയുന്നത് അവരൊക്കെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ്. അപ്പോൾ ഞാൻ കുറച്ച് പുതിയ പ്രേക്ഷകർക്ക് എപ്പോഴും ഇനി പ്രാതിനിധ്യം കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. പല ആളുകളും പറയുന്നത് അവർ നിരന്തരം വിളിക്കുന്നു, പക്ഷേ കിട്ടുന്നില്ല. എങ്ങനെയാണ് സ്ഥിരം ആളുകൾക്ക് കിട്ടുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശ്രീ ടോമി എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ടോമി, അല്ല, ഈ ധാരണയുണ്ടാവുന്നതിന് വല്ല തെളിവ് ആവശ്യമുണ്ടോ? തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തില് കഴിഞ്ഞ മുമ്പത്തെ ഇലക്ഷന് തുറവൂർ വിശ്വംഭരൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു മഹാരാജാസ് കോളേജ് റിട്ടയർഡ് പ്രൊഫസറെയാണ് BJP നിർത്തിയത്. അവിടെ BJP ശക്തമായി വോട്ട് പിടിച്ച അന്ന് അവിടെ കെ ബാബു തോറ്റു. ഈ പ്രാവശ്യം അവിടെ നിർത്തിയിരിക്കുന്നത് ആരെയാ? ആരും ഒരു സിനിമാ നടിയല്ല, സീരിയൽ നടി. അല്ല, അത് 2020 കൊടുത്തതല്ലേ? ആ 2020 BJP. പിന്നെ ഇപ്പൊ ഇവിടെ എറണാകുളം ഏരിയയിൽ ഏറ്റവും BJP ഇതിന്റെ ബന്ധത്തിന്റെ പാലമായി പ്രവർത്തിക്കുന്ന 2020 2020ക്ക് സീറ്റ് കൊടുത്തു. 2020 അവർക്ക് ഇഷ്ടമുള്ള വെറും യാതൊരു പ്രസക്തിയില്ലാത്ത ആൾക്കാരെ സീറ്റ് നിർത്തുന്നു. അങ്ങനെ CPM-നെ സഹായിക്കാനുള്ള വേദി ഒരുക്കുന്നു. മറിച്ച് പാലക്കാട് BJP-യെ ജയിപ്പിക്കാൻ ഇവര് CPM വീക്കായിട്ടുള്ള കാൻഡിഡേറ്റ് നിർത്തി. രണ്ടും ഒന്നു തന്നെയല്ലേ? ഒരിടത്ത് BJP CPM-നെ സഹായിക്കുന്നു, മറ്റു സ്ഥലത്ത് BJP-യെ CPM സഹായിക്കുന്നു. ഫലത്തിൽ ഡീൽ എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. ഇത് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇത് പ്രത്യേകിച്ച് ഇതിനകത്ത് വലിയ രാഷ്ട്രീയത്തിൽ PhD ഒന്നും വേണ്ട. അതിനകത്ത് ഈ പറയുന്ന ആൾക്കാരുടെ വലിയ രാഷ്ട്രമീമാംസയിൽ PhD നേടിയ ആൾക്കാരുടെ തീസിസ് ഒന്നും ഇതിൽ ഹാജരാക്കേണ്ട കാര്യമില്ല. വെറും സാധാരണക്കാരായ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ. അപ്പൊ അങ്ങ് ഈ തൃപ്പൂണിത്തുറയിൽ ഒരു ധാരണ ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ? തൃപ്പൂണിത്തുറയുണ്ട്, എല്ലായിടത്തും ഉണ്ടല്ലോ. തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത് വളരെ പക്ഷെ അത് ഈ തെരഞ്ഞെടുപ്പിലാണ്. ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ തുറവൂർ മത്സരിക്കുമ്പോഴും അതിനുശേഷം KS രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോഴും ഒക്കെ ആ ഡീൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഡീൽ വന്നതെന്നാണ് പറയുന്നത് അല്ലേ? ഈ പ്രാവശ്യം വെച്ചാൽ അവിടെ കഴിഞ്ഞ മുനിസിപ്പൽ ഇലക്ഷന് തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ BJP ജയിച്ചു. BJP-യുടെ A ക്ലാസ് മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. അവിടെ BJP ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ഫൈറ്റ് ചെയ്യുന്നതിന് പകരം ആർക്കും അറിയാത്ത വളരെ വീക്കായിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ അവിടെ ഫീൽഡ് ചെയ്തുകൊണ്ട് CPM-നെ അവിടെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അവർക്ക് പാലക്കാട് BJP-ക്ക് എങ്ങനെയെങ്കിലും അക്കൗണ്ട് തുറക്കാൻ വേണ്ടി അവര് അവിടെ CPM അവിടെ വീക്കായി കാൻഡിഡേറ്റ് വെക്കുന്നതാണ് താങ്കളുടെ ആരോപണം. ഓക്കെ,
അപ്പോൾ വ്യക്തമാണ് താങ്കളുടെ ആരോപണം. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം ശ്രീ രാജീവ് ചേരുന്നുണ്ട് കൊല്ലത്തുനിന്ന്, സലീമുണ്ട് മലപ്പുറത്തുനിന്ന്. ഞാൻ ആദ്യം ശ്രീ രാജീവിലേക്ക് പോകും. ശ്രീ രാജീവ്, ഇപ്പൊ ഒരാൾ വിളിച്ചില്ലേ സാറേ? ആ ആള് കേൾക്കാൻ വേണ്ടി എന്ന് പറയുന്നത്, ഈ തൃശ്ശൂര് സാറേ 7 അസംബ്ലി മണ്ഡലത്തില് BJP ലീഡ് ചെയ്ത്, അത് ആര് ഡീലാന്ന് അയാളുടെ അടുത്ത് ചോദിക്കണേ, വിളിച്ച ആളുടെ അടുത്ത്. അസംബ്ലി മണ്ഡലങ്ങളിൽ, അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അസംബ്ലി മണ്ഡലങ്ങളിൽ ഉണ്ടായ മുന്നേറ്റത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? അന്നേരം ആരാ വോട്ട് ചെയ്തോ? കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തോന്നൊന്നും ചോദിക്കണേ. കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തോ? അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ അവർ ജയിച്ചു. ആര് ലീഡ്? 7 ലീഡ് ചെയ്ത്, 7 അസംബ്ലി മണ്ഡലത്തിൽ ലീഡ് ചെയ്ത്, അത് ഇവര് ഈ കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തിട്ടാണോ? ശരി, വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ എന്നോടൊപ്പം യൂട്യൂബിൽ നിറയെ പ്രേക്ഷകർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഷിജു, നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ, എന്നോട് ചേരുന്നു. ഡീൽ ഓർ നോ ഡീൽ, ഓൺലി അരി പ്രശ്നം എന്നൊക്കെയാണ് ഷിജു പറയുന്നത്. ഷിജു ഇങ്ങനെ അരിയെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, BJP ജയിക്കാനുള്ള ഉറപ്പ്, BJP ജയിക്കുമെന്ന് ഉറപ്പ്, അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള അഭിപ്രായങ്ങൾ വരുന്നത് എന്ന് എന്നോട് ശശിധരൻ VG, നമ്മുടെ പ്രേക്ഷകനാണ്, അദ്ദേഹം പറയുന്നു. എനിക്ക് നമസ്കാരം പറയുന്നുണ്ട് സുനിൽ. അപ്പോൾ സുനിലിന് എൻ്റെ നമസ്കാരം. ഗ്ലാഡിയേറ്റർ പറയുന്നത് BJPക്ക് 10-ൽ കുറയാതെ സീറ്റ് കിട്ടും എന്ന് വേണുഗോപാലിന് ഉറപ്പായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ഗ്ലാഡിയേറ്റർ പറയുന്നു. കിഷോർ കോന്നി എന്നോട് ഹായ് മനു എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഡീൽ ഓർ നോ ഡീൽ എന്ന് പറയുന്നു. സദാശിവൻ നായർ പറയുന്നു, ഹായ് മനു, ഇന്ന് ഭാര്യ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് പൊതുവേദി കാണുന്നത് എന്ന് തോന്നുന്നു. BJPയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് കണ്ടപ്പോൾ ഡീൽ ഉണ്ട് എന്ന കാര്യം എനിക്ക് സംശയമുണ്ട്. ഒരു ഉദാഹരണം സഞ്ജീവ് ബജസ്പതി പദ്ധതി തന്നെയാണ്. അപ്പോൾ ശിവദാസൻ നായർ എന്ന് ഒറ്റയ്ക്കാണ്. അതെന്താ പറ്റിയത്? ഭാര്യ നാട്ടിലേക്ക് മറ്റോ പോയോ? അപ്പോൾ സാധാരണ അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കാണുന്നു എന്നൊക്കെയാണ് എന്നോട് പറയാറ്. അപ്പോൾ ഇന്ന് ഒറ്റയ്ക്കാണ് കാണുന്നത്. അപ്പോൾ ഏതായാലും അവിടെ ഡീൽ ഉണ്ടെന്നൊരു സംശയം ആണ് ശിവദാസൻ നായർ പ്രകടിപ്പിക്കുന്നത്. അരുന്ധതി കോലമ്പറമ്പത്ത് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, നമസ്കാരം എന്ന് പറയുന്നു. സുനിൽ കുമാർ, BJP വർഗീയതയാണെന്ന് പറയുന്ന എല്ലാവരോടും, BJP ഇന്ത്യയിൽ 234 ക്രിസ്ത്യൻ MLA മാരുണ്ട്. ഇന്ത്യ മുന്നണിക്ക് മൊത്തം 34 മാത്രമേ ഉള്ളൂ. 84% ക്രിസ്ത്യൻസ് ഉള്ള അരുണാചലയിൽ BJP ആണ് ഭരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഗോമാതാജി എന്നോട് പറയുന്നു, നമസ്കാരം മനു എന്ന് പറയുന്നത് എനിക്കൊരു ചുവന്ന ഹൃദയമൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ ഗോമാതാജിക്കും എൻ്റെ 2 ചുവന്ന ഹൃദയങ്ങൾ ഞാൻ അങ്ങോട്ട് അയക്കുകയാണ്. നേമത്തും മഞ്ചേശ്വരത്തും 25 കൊല്ലമായി ഇടതു വലത് ഡീലാണ് നടക്കുന്നതെന്ന് ഗ്ലാഡിയേറ്റർ പറയുന്നു. ഇന്ത്യയിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള 5-6 സ്റ്റേറ്റ് ഭരിക്കുന്ന BJP ആണ്. പ്രബുദ്ധ കേരളത്തിൽ മാത്രമാണ് ഈ പ്രശ്നമെന്ന് പറയുന്നു. സുനിൽ, ഓക്കെ, അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്ന് മോഹനൻ പറയുന്നുണ്ട്. ഓക്കെ, ഗ്ലാഡിയേറ്റർ 100% ശരിയാണെന്ന് സുനിൽ പറയുന്നു. ജയകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, നമസ്കാരം. രാഷ്ട്രീയം ആഴത്തിലുള്ള പരന്നു കിടക്കുന്ന വിഷയമാണ്, ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് എന്നോട് DRMP മണി പറയുന്നു. നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയൊക്കെ പ്രവർത്തകനായ ശ്രീ DRMP മണി. അപ്പോൾ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം ആഴത്തിൽ പരന്നു കിടക്കുന്ന ഒരു വിഷയമാണ്, ഒരുപാട് പഠിക്കാൻ, രാഷ്ട്രീയം പഠിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ കണ്ടെത്താൻ ഇപ്പോൾ പക്ഷേ പ്രയാസമാണെന്ന് പറയുന്നു. അതും ശരിയാണ് കേട്ടോ. അപ്പോൾ ഡീലും അതിൻ്റെ അപ്പുറവും ഒക്കെ സംഭവിക്കും എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ പൗരബോധമുള്ള ഒരു വ്യക്തിയുടെ ഒരു കുറച്ചുകൂടി കൃത്യമായൊരു നിരീക്ഷണമാണ് കേട്ടോ അത്. ജയൻ ചേട്ടൻ നമസ്കാരം സുനിൽ പറയുന്നുണ്ട്. ഓക്കെ, ബ്ലൈറ്റി ഡേയ്സ് ലണ്ടനിൽ നമ്മുടെ പൊതുവേദിക്കൊപ്പം ചേർന്നിട്ടുണ്ട്. താങ്ക് യു ബ്ലൈറ്റി. CPM RSS സംഘർഷം അവസാനിച്ചതോടെ CPMന് വോട്ട് ചെയ്യാൻ സംഘ അനുഭാവികൾക്ക് മടിയില്ലാതായി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു ഫാക്ടർ എന്ന് ഹരി നമ്മുടെ ലണ്ടനിലിരുന്ന് എന്നോട് പറയുന്നു. സുനിലിന് ഇപ്പോൾ ശക്തിമാനൊക്കെ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. നേമത്ത് രാജീവേട്ടൻ, രാജീവ് ചന്ദ്രശേഖരേ പറയുന്നത്, രാജീവേട്ടൻ. ഓക്കെ, ശിവൻകുട്ടിക്ക് വിശ്രമം കൊടുക്കുക. ഓക്കെ, വെരി ഗുഡ്. നോക്കാം നമുക്ക് എന്ത് കഴിയുമെന്ന്. ശക്തിമാനൊക്കെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ ഞാൻ ഓർത്തു വയ്ക്കും കേട്ടോ. ശക്തിമാൻ. രാധാകൃഷ്ണൻ PR എന്നോട് പറയുന്നു, നമസ്കാരം. ഡീൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അസംബന്ധമാണ്, കാരണം ജനങ്ങൾ വേണ്ടേ വോട്ട് ചെയ്യാൻ. ഇന്ന് കേരളത്തിൽ ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് രാധാകൃഷ്ണൻ PR എന്നോട് പറയുന്നു. ദുരന്തറിനെ പറ്റി ഒരു ചർച്ച വെക്കണമെന്നാണ് ഗോമാതാജി എന്നോട് പറയുന്നത്. അത് ഒരു റിയൽ സ്റ്റോറിയാണോ ഫേക്ക് സ്റ്റോറിയാണോ എന്ന് ഒരു ചർച്ച വെക്കണം. നോക്കാം, നമുക്ക് ചർച്ചയൊക്കെ വെക്കാം. ഇപ്പോൾ ശക്തിമാൻ, നേമത്ത് ശബരിനാഥന് 10,000 വോട്ടേ കിട്ടുള്ളൂ. ഓക്കെ, നോക്കാം. അപ്പോൾ 2-3 മാസമായി വിളിച്ചിട്ട് ജയകുമാർ എന്താണ് വിളിക്കാത്തതെന്ന് ഞാനും ഇങ്ങനെ ആലോചിക്കുകയാണ്. ജയകുമാർ വിളിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. സദാശിവൻ നായറിനോട് ഞാൻ ചോദിച്ചല്ലോ, ഭാര്യ ഇന്ന് ഒപ്പമില്ല, കാണാൻ പൊതുവേദി. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അതിന് പറയുന്നു, ഭാര്യ സഹോദരിയെ കാണാൻ പോയിരിക്കുകയാണ്, ഒരു സന്തോഷം പറയട്ടെ, ഞങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടാറില്ല, പുതിയ കോളർമാർക്ക് കിട്ടാനുള്ള അവസരം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ സന്തോഷം
തോന്നുന്നു. പല ആളുകളും എന്നോട് പറയുന്നു അവർ നിരന്തരം വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ പുതിയ കോളർമാർക്ക് നമ്മൾ കുറേ കൂടെ പ്രാതിനിധ്യം കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനൊക്കെയുള്ള വഴി നമ്മൾ ആലോചിക്കുകയാണ്. അപ്പോൾ രമേഷ് സുകുമാരൻ എന്നോട് പറയുന്നു പാലക്കാട് SIPIക്ക് സ്ഥാനാർത്ഥിയില്ല, പാലക്കാട് SDPIയും വെൽഫെയർ പാർട്ടിക്ക് സ്ഥാനാർത്ഥിയില്ലല്ലോ, അപ്പോൾ അതൊരു ഡീലാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ. ക്രിസ് സംഗി നമ്മുടെ എന്നോടൊപ്പം ചേർന്നുണ്ട്. LDF 3 ലോഡിങ്, UDF 3 സ്ലിപ്പിംഗ് എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഓക്കെ, ഡീലുണ്ടെന്ന് ജയകുമാർ പറയുന്നു. നേമവും പാലക്കാടും മഞ്ചേശ്വരവും ഇങ്ങ് എടുക്കും എന്നൊക്കെയാണ് സുനിൽകുമാർ പറയുന്നത്. അഭിജിത്തൊക്കെ തിരക്കിലാണെന്ന് തോന്നുന്നു തെരഞ്ഞെടുപ്പിൻ്റെ. എന്നിട്ടും പൊതുവേദിക്കൊപ്പം വന്നു എന്നതിൽ വലിയ സന്തോഷം. സുഖമാണോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ എന്നെയൊക്കെ കുറച്ച് പുകഴ്ത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ അടിപൊളിയാന്നൊക്കെ പറയുന്നുണ്ട്. അഭിജിത്തിനെ അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ സതി ബാബുരാജ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ്. അപ്പോൾ സതി ബാബുരാജ് പറയും നമസ്കാരം മനു, ഐ എം ബിസി ബിക്കോസ് ഓഫ് ഇലക്ഷൻ വർക്ക് ഫോർ മൈ പാർട്ടി. അപ്പോൾ എല്ലാം നമ്മുടെ ആളുകളെല്ലാം തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി അങ്ങനെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ വാശിയേറിയ മത്സരത്തിൽ നമ്മുടെ പൊതുവേദി പ്രേക്ഷകരുണ്ട്. നേമത്ത് ശശി തരൂരിനേക്കാളും 19,000 വോട്ടിന് മുന്നിലായിരുന്നു രാജീവ് ചന്ദ്രശേഖർ എന്നാണ് ശക്തിമാൻ പറയുന്നത്. ശക്തിമാൻ. അപ്പോൾ നോക്കാം നമുക്ക് എന്ത് സംഭവിക്കുമെന്ന്. ജയകുമാർ 3 മാസമായി ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. നമുക്ക് അപ്പോൾ കുറച്ച് ഫോൺ കിട്ടാത്തവർക്കൊക്കെ ഒന്ന് അവസരം കൊടുക്കേണ്ട. സലീം മലപ്പുറത്ത് നിന്ന് എന്നോട്, സോറി സലീം, നമുക്ക് കുറച്ച് യൂട്യൂബ് പ്രേക്ഷകരെ എങ്ങനെ അവരെയും കൂടി കാണണമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ സലീമിന് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സലീം മലപ്പുറത്ത് ഏത് സ്ഥലത്തു നിന്നാണെന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പാണക്കാട് അടുത്ത്. പാണക്കാട്. കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു അവിടുന്ന് 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലേ? അതെ, ഞാൻ ഓർക്കുന്നു. ഞാൻ പക്ഷേ സലീം എന്ന് പറയുമ്പോൾ ആ സലീം തന്നെയാണോ നമ്മുടെ ഈ സലീം അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു. ഞാൻ ഇടക്കിടക്ക് വിളിക്കാറുണ്ട്. എനിക്കറിയാം. നമ്മൾ 3ാമത്തെ 4ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ. അപ്പൊ ഈ മലപ്പുറംകാരൊക്കെ ഈ പാലക്കാട് ഡീലില്ല എന്ന് പറയുന്നുണ്ട്. സജീവ്, അങ്ങേക്ക് എന്താ തോന്നുന്നത് ശ്രീ സലീം? എന്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ സ്ഥിരമായ ഡീലുള്ളത് ഒരേ ഒരു മണ്ഡലത്തിലാണ്, അത് പറവൂരിലാണ്. അത് എന്താണെന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം മനസ്സിലാകാം. പറവൂർ ഡീലുണ്ടോ? പറവൂരില് സ്ഥിരമായിട്ട് VD സതീശനെ സപ്പോർട്ട് ചെയ്യുന്നത് BJP ആണ്, അതിൽ യാതൊരു സംശയമില്ല. പാലക്കാട് CPM സ്ഥാനാർത്ഥി വോട്ട് കൂടുതൽ വാങ്ങും എന്നതാണ് ഇപ്പോൾ ഡീൽ എന്ന് പറയുന്നതിന് കാരണം. അല്ലാണ്ട് വോട്ട് കുറയുന്നല്ല. സ്ഥാനാർത്ഥി വീക്കാണെന്നോ അതോ പിന്നെ വോട്ട് പിടിക്കും എന്നാണോ പോലെ പ്രശ്നം എന്നുള്ളത് ആദ്യം പറയണം. അതായത് അവര് അങ്ങനെയും അങ്ങ് വായിച്ച പോലെ അത് വായിക്കാൻ കേട്ടോ. കാരണം അവർ പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ്, അവിടെ വിള്ളലുണ്ടാക്കാൻ ഈ സ്ഥാനാർത്ഥി വരും എന്നാണ് പറയുന്നത്. അവരെ വോട്ട് എന്തിനാ പിടിക്കേണ്ടത്? നമുക്ക് ആ സ്ഥാനാർത്ഥി കിട്ടുന്ന വോട്ട് കൂടുമോ കുറയോ എന്നുള്ള പ്രശ്നം. വോട്ട് കൂടും എന്നതാണ് ഇപ്പൊ അവരുടെ പ്രശ്നം, അല്ലാണ്ട് കുറയുന്നുള്ളതല്ല. പിന്നെ കോൺഗ്രസിന് ഇപ്പൊ പണ്ടത്തെ പോലെ ഡീലിനൊന്നും ആവശ്യമില്ല. കാരണം തെരഞ്ഞെടുപ്പ് ജയിച്ചാലും അവർക്ക് പാർട്ടി മാറാനേ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ നമ്മള് കേരളത്തിലല്ലാത്ത മറ്റു സംസ്ഥാനങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാലും അവർ ആർക്കാണ് പിന്നീട് വോട്ട് ചെയ്യാന്നുള്ള യാതൊരു പ്രയാസമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലല്ലേ സുരേന്ദ്രൻ പറഞ്ഞത് ഞങ്ങൾക്ക് 35 സീറ്റ് കിട്ടിയാലും ഭരണം ഞങ്ങൾ നേടും എന്നുള്ളത് പറയാനുള്ള കാരണം ഇവരെ കണ്ട് മാത്രമാണ്. ശരി, അപ്പോൾ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ രമേഷ് കുമാർ പറയുന്നു പാലക്കാട്. ഓക്കെ, അപ്പോൾ ബിന്ദു വിനോദ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ആളുകളെ വിഡ്ഢിയാക്കുകയാണല്ലോ LDF UDFിൻ്റെയൊക്കെ മെയിൻ പരിപാടി എന്ന് എന്നോട് പറയുന്നു. പ്രദീപ് കുമാർ എന്നോട് പറയുന്നു ഈ പ്രാവശ്യം നിയമസഭയിൽ BJPക്ക് MLAമാർ നിരവധി ഉണ്ടാകും എന്ന് പറയുന്നു. അപ്പോൾ പ്രദീപ് കുമാർ നമുക്ക് നോക്കാം, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പ്രദീപ് കുമാറിൻ്റെ കമൻറ്റ് ഞാൻ ശ്രദ്ധിക്കും. അപ്പോൾ ഗോളാന്തരം എവിടെ പോയെന്നാണ് ചോദിക്കുന്നത്. ഗോളാന്തരത്തെ കാണാനില്ല. ഷാജി ഭാസ്കരൻ ഭാരതരി വരുമോ എന്ന് ചോദിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ ഒരു ഭാരതരി വന്നിരുന്നല്ലോ. ഷാജി ഭാസ്കർ ഇങ്ങനെയാണ്, ചില ചോദ്യങ്ങൾ കുറുക്കി കൊള്ളുന്നതാണ്. പക്ഷേ അദ്ദേഹം വല്ലപ്പോഴേ പ്രതികരിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായി ഒരു പ്രതികരണം നടത്താറുണ്ട്. ഓക്കെ, അപ്പോൾ ഷാജി കാക്കനാട് എന്നോടൊപ്പം ചേരുന്നു. ഷാജി. ഹലോ, നമസ്കാരം. നമസ്കാരം ഷാജി. ഇവിടെയൊക്കെ പലയിടത്തും തൃപ്പൂണിത്തറയിൽ ഡീലാണ്, പാലക്കാട് ഡീലാണ്, ചെങ്ങന്നൂർ ഡീലാണ്, എല്ലായിടത്തും ഡീലാണെന്നാണല്ലോ പറയുന്നത്. നിൽക്കുന്ന ഒരാളാണ്, നല്ല കാൻഡിഡേറ്റിനെ ജയിപ്പിക്കണം. അങ്ങനെ ഞാനിപ്പോ ഒരു ജേർണലിസ്റ്റ് സ്റ്റുഡന്റുമാണ്. പക്ഷെ ഈ ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങൾ ഉണ്ടായിട്ട് ഡീലാന്ന് പറഞ്ഞിങ്ങനെ പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം ഇത് ഒരു ഒളിച്ചോട്ടായിട്ട് എനിക്ക് തോന്നുന്നു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾ പുള്ളിക്ക് പറയാൻ ഡീലുണ്ടെങ്കിൽ അത് അവർ തെളിയിക്കണം. ഇപ്പൊ ഡീല് എങ്ങനെ ചെയ്യണമെന്ന് തന്നെ ഞങ്ങൾക്ക് അത്ഭുതമാണ്. കാരണം അണികൾ അത് അക്സെപ്റ്റ് ചെയ്യൂ. ഇപ്പൊ പാലക്കാട് പറയുന്നുണ്ട്, ധർമ്മടം പറയുന്നുണ്ട്, തൃപ്പൂണിത്തറ പറയുന്നുണ്ട്. തൃപ്പൂണിത്തറ എന്റെ തൊട്ടടുത്ത മണ്ഡലമാണ്. അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നില്ല അവിടെ ഒരു ഡീലിന്റെ പുറത്തായിരിക്കും. ഇവര് 2 കക്ഷികൾ തമ്മിലുള്ള അലയൻസിന്റെ പുറത്തായിരിക്കും ആ സീറ്റ് അങ്ങനെ പോയത്.
അത് BJP-ക്കാർക്ക് അതിൽ ഒരു വിഷമമുള്ള ഒരു കാര്യമാണെന്നൊക്കെ ഇവിടെ BJP-ക്കാർ പറയുന്നുണ്ട്. ഞാൻ എല്ലാ രാഷ്ട്രീയം അങ്ങനെ പൊതുവായിട്ട് വിലയിരുത്തുന്നവരാണ്. അപ്പൊ ഈ ഡീൽ എന്നത് എല്ലാ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു ആരോപണമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കുറെ ഡീലുകൾ പറഞ്ഞിരുന്നു. ഡീലിൽ മാത്രം ഇന്നിപ്പോ സബ്ജക്റ്റുകളൊക്കെ മാറിപ്പോയി. ഡീലായി ഇന്ന് പ്രതിപക്ഷ നേതാവ് ഡീലാ പറയുന്നത്, ശോഭാ സുരേന്ദ്രൻ ഡീലാ പറയുന്നു. ഇനി CPM-കാര് മാത്രം പറഞ്ഞു തുടങ്ങിയിട്ടില്ല. അപ്പൊ അത് ജനങ്ങളിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇവര് പറയട്ടെ. ജനങ്ങളുടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, ഡെവലപ്മെന്റിന്റെ കാര്യങ്ങൾ, ഡെവലപ്മെന്റ് ചെയ്ത കാര്യങ്ങൾ പറയണം, ചെയ്യാത്ത കാര്യങ്ങൾ പറയണം. ഇത്തിരി ഡെവലപ്മെന്റുകൾ ചെയ്യാനുണ്ട് ഇവിടെ. നമ്മൾ തൃക്കാക്കരയൊക്കെ നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു മുനിസിപ്പാലിറ്റിയാണ്, കുറെ ഇൻകമുള്ള മുനിസിപ്പാലിറ്റിയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവര് പറഞ്ഞ് ജനങ്ങളുടെ വോട്ട് തേടട്ടെ. അല്ലാതെ ഡീലിന്റെ കാര്യം പറഞ്ഞാണോ വോട്ട് മേടിക്കുന്നത്? അത് വളരെ മോശമായിട്ടുള്ള ഒരു ഏർപ്പാടാണ് എന്റെ അഭിപ്രായം. തെളിയിച്ചിട്ട് അത് ഞങ്ങൾ വോട്ടേഴ്സിന്റെ മുന്നിൽ ഒരു തെളിയിച്ചു തരട്ടെ രാഷ്ട്രീയ കക്ഷികള്. അതല്ലേ അവര് ചെയ്യില്ലേ? അത് വെറുതെ ഡീലുണ്ടെന്ന് പറഞ്ഞാൽ മതിയോ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഞാൻ നിഷേധിക്കുന്നില്ല സാർ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ നമ്മുടെ നാരായണൻ ശ്രീകണ്ഠാപുരത്തുനിന്ന്. ശ്രീ നാരായണൻ കട്ടായിപ്പോയി. ഓക്കെ, സാരമില്ല. ജയൻ പുതുക്കാട്. ശ്രീ ജയൻ കേൾക്കാമോ? സജീവൻ കണ്ണൂരിൽ നിന്ന്. സജീവൻ, നമസ്കാരം സർ. നമ്മള് ഏറ്റവും കൂടുതൽ ഭയങ്കര പ്രയാസകരത്തിൽ, കാരണം വെച്ചാല് ജനാധിപത്യത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഇലക്ഷനില് അത് ഡീലാണ് മറ്റേതാണ് എന്നൊക്കെ പറയുന്ന ഈ സംസ്കാരത്തോട് ശക്തമായ വിയോജിപ്പുണ്ട്. അല്ല, അതിപ്പോ അവർക്ക് അങ്ങനെ ആരോപണങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിലെ ഭാഗമൊക്കെ ആവുമ്പോ ഉന്നയിക്കുമല്ലോ. സജീവന്റെ വീട് എവിടെയാ? കണ്ണൂർ എവിടെയാ? കണ്ണൂര് സർ, കണ്ണൂർ എടക്കാടാണ്. എടക്കാടാണ്. അത് ശരി. അപ്പൊ ഡീലൊക്കെ എല്ലാ ഘട്ടത്തിലും വരുന്ന ഒരു ആരോപണം അല്ലേ? അത് ആദ്യമായിട്ട് വരുമല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വലിയ ഡീലാണെന്നും പറഞ്ഞ് UDF ഇത്ര സീറ്റ് 100-ന് മുകളിൽ 102 വരെ നമ്മൾ എന്ന് പറയും, 112 വരെ എന്ന് നമ്മൾ പറഞ്ഞാൽ ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണം. അതുപോലെ ഇപ്പുറം ഞങ്ങൾ തുടർഭരണം എന്ന് പറയുന്നത് അവിടെ സംസ്കാര ശൂന്യതയും ഈ എന്ന് പറഞ്ഞാൽ ഈ പൊതുപ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുള്ളവർ പറയുന്ന ആരോപണങ്ങൾ കേൾക്കാൻ ഒരു ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യുന്ന വോട്ടർമാർക്ക് അത് കേൾക്കുമ്പോൾ നീരസം തോന്നുക. ഇപ്പൊ ഞങ്ങളുടെ ദേശീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയന്ത്രിക്കുന്ന അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കണ്ണൂരിലെ പയ്യന്നൂരിലെ കണ്ടോന്താറിൽ ജനിച്ച KC വേണുഗോപാല. ഹലോ, കേൾക്കുന്നു. അദ്ദേഹം ജനിച്ചു വളർന്ന നാട്ടില് ദീർഘകാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ കണ്ടോന്താറിൽ ഒരു പഞ്ചായത്ത് മെമ്പറെ വിജയിപ്പിച്ച് അയക്കാൻ സാധിക്കാത്ത ഒരാളാണ് വേണുഗോപാൽ. ദേശീയ രാഷ്ട്രീയം നിയന്ത്രിക്കുന്ന ഡൽഹിയുടെ ചാർജ് ഏറ്റെടുത്ത ഷീലാ ദീക്ഷിത് 3 തവണ സംസ്ഥാനം ഭരിച്ച ഡൽഹിയിൽ ഇന്ന് ഡൽഹി നിയമസഭയിൽ ഈ കോൺഗ്രസിന് ഒരു സീറ്റില്ല. അതൊക്കെ തെരഞ്ഞെടുപ്പ് മാറി മാറി പോവില്ലേ? നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? സാർ, ഞങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നേതൃത്വത്തിൽ നയിക്കുന്ന ആളുകളുടെ അപജയത്തിന്റെ പോരായ്മകൾ നമ്മളെ പോലുള്ള ആ വലിയൊരു മാതൃപ്രസ്ഥാനത്തെ നമ്മൾ സ്നേഹത്തിലും നെഞ്ചിലേറ്റി നടക്കുന്ന നമ്മുടെ നാട്ടില് നമുക്ക് ദുഃഖമുള്ളത് അറിയിക്കുന്നതേ ഉള്ളൂ നിങ്ങളെ ഈ ന്യൂസ് ചാനലിലൂടെ. അല്ല, പക്ഷേ അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്രീ സജീവൻ. ഇതിപ്പോ പല പാർട്ടികളുടെയും നേതാക്കൾ ഇപ്പൊ അവിടെ ഇപ്പൊ കോൺഗ്രസ്സുകാർ തന്നെ ഒരു പരിഹാസപൂർവ്വം പറയാറില്ലേ, ഇപ്പൊ ഡൽഹിയിലിരിക്കുന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്ക് പലപ്പോഴും CPM-ന് അവിടെ വോട്ട് ചെയ്യാൻ പറ്റാറില്ല, അവിടെ സ്ഥാനാർത്ഥികളില്ല എന്നുള്ളത്. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായ ചിലപ്പോൾ പാർട്ടിയിലേക്ക് അവിടെ ആളില്ലാത്ത സാഹചര്യമൊക്കെ ഉണ്ടാകാം. ചിലപ്പോൾ അവിടെ ആ പഞ്ചായത്തിൽ തോറ്റുപോകാം. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ എന്ന് കരുതി ആ സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പർ എന്നല്ലല്ലോ. അപ്പോൾ അദ്ദേഹം ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ വലിയ വിജയം നേടിയല്ലോ. കണ്ണൂർ ജില്ല രാഷ്ട്രീയ സംഘർഷത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിമിനലുകൾ, CPM-ന്റെ ക്രിമിനലുകൾ ഉണ്ടായിരുന്ന ഒരു ജില്ലയായിരുന്നു കണ്ണൂരിൽ. 1063 കേസുകളിൽ പ്രതികളായ നേതാക്കന്മാർ കണ്ണൂരിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നയിക്കുമ്പോൾ ഒരു പെറ്റി കേസിൽ പോലും പ്രതിയാവാതെ കണ്ണൂർ ജില്ലക്കാരനായ KC വേണുഗോപാൽ ഞങ്ങൾക്ക് അതിശയമാണ്. എനിക്ക് തോന്നുന്നു ശ്രീ സജീവൻ നമ്മുടെ KS-ന്റെ ആളാണല്ലേ? അതെന്താ അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം? അല്ല, എനിക്ക് അങ്ങയുടെ ശബ്ദവും ശൈലിയും ഒക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു ചെറിയ സംശയം. KS-ന്റെ ആളല്ല, ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഞങ്ങളെ ചേർത്ത് പിടിച്ച് അടിസ്ഥാനത്തിൽ ക്രിമിനലുകളുള്ള കണ്ണൂർ ജില്ലയിൽ രാഷ്ട്രീയത്തോട് ഇഞ്ചോടിഞ്ച് നെഞ്ചു നിവർത്തി പോരാടുമ്പോ ദേശീയ തല രാഷ്ട്രീയം നിയന്ത്രിക്കുന്ന ആളുകളുടെ അപജയത്തിന്റെ പുറത്ത് നേതൃത്വത്തിൽ അംഗീകാരത്തിൽ വരേണ്ട ആളുകളെ അപമാനിക്കപ്പെടുന്ന ഒരു അവസ്ഥ വന്നപ്പോ ഈ പ്രസ്ഥാനത്തിന്റെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞേ ഉള്ളൂ. ശരി, ഓക്കെ, വ്യക്തമാണ്. താങ്കളുടെ അങ്ങനെ നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. KS-ന്റെ ആള് അതെങ്ങനെ അമ്മായി മീശ വെച്ചാൽ അമ്മാമനാവോ?
ശരി ശരി. അതെനിക്ക് അയ്യക്കത് കേൾക്കാൻ സുഖമില്ല എന്ന് തോന്നുന്നു. ഇല്ല എനിക്കതില്ല. ഞാനൊരു സംശയം ചോദിച്ചേ ഉള്ളൂ. അങ്ങ് അതിൽ ക്ഷുഭിതനാകണ്ട. അതിപ്പോ നിങ്ങളുടെ നേതാവ് തന്നെയാണല്ലോ. സാർ ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്, കണ്ണൂർ ജില്ലയിൽ 1063 കേസിൽ പ്രതിയായ ആളാണ് കെ സുധാകരൻ. അത് എന്തെങ്കിലും പിടിച്ചു പറിച്ചിട്ടോ മോഷണത്തിനൊന്നുമല്ല, രാഷ്ട്രീയത്തിന് ഇഞ്ചോടിഞ്ച് അവസാനം പരിയാരം മെഡിക്കൽ കോളേജ് പോലുള്ള അവിടെ തന്നെ എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റോപ്പ് പൊളിച്ച കേസിൽ പോലും കെ സുധാകരന്റെ പേരിൽ പ്രതിയായ ആളാ. പക്ഷെ കണ്ണൂർ ജില്ലയിൽ നിന്ന് വളർന്ന കെ സി വേണുഗോപാൽ ദേശീയ നേതാവായി വളരുമ്പോ അയാൾ ഒരു പെറ്റി കേസ് പ്രതിയായിട്ടില്ല കണ്ണൂരിൽ. അത് കൃത്യമാണ്, മനസ്സിലായി. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ ദേശീയ തല രാഷ്ട്രീയം നിയന്ത്രിക്കുവാന്ന് പറഞ്ഞാല് കണ്ണൂർ ജില്ലയിൽ കെ സുധാകരൻ വടക്ക് മഞ്ചേശ്വരം തൊട്ട് തെക്ക് പാറശാല വരെ നടക്കുമ്പോ നൂറുകണക്കിന് ആളുകൾ പുറകെ നടക്കാനുള്ള ഒരാളാ ഇന്നും. അതിനൊന്നും ഞാൻ വിയോജിപ്പ് പറഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തെ ഒട്ടും ചെറുതാക്കി കണ്ടുമില്ല കേട്ടോ. അദ്ദേഹം KPCC അധ്യക്ഷനായിരുന്നു. അദ്ദേഹത്തിന്റെ സംഘടനാ മികവ് എല്ലാം ഒരേപോലെ അങ്ങേപോലെ അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അദ്ദേഹത്തോട് വിയോജിപ്പൊന്നുമില്ല. ഓക്കെ, ശരി, വ്യക്തമാണ്. അപ്പോൾ വർഗീസ് പെരുമ്പാവൂരിൽ നിന്ന് ചേരുകയാണ്. അപ്പോൾ വർഗീസ് പക്ഷേ ഇതിനെ നഖശികാന്തകം വിയോജിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഡീൽ എന്ന് പറയുമ്പോൾ അല്ലേ, ഇത് എല്ലാ കൊല്ലവും പറയുന്ന ഡീൽ ഇക്കൊല്ലവും പറയുന്നു എന്നാണോ വർഗീസ് വിചാരിക്കുന്നത്? അതോ? അതിന് ഉത്തരം ഞാൻ പറഞ്ഞുതരാം. തിരുവനന്തപുരത്ത് 2 ജില്ലകളിൽ നേമത്തും വട്ടിയൂർക്കാവിലും ഡീല് ആരൊക്കെ ആയിട്ടാണെന്ന്, കോൺഗ്രസും BJP ആയിട്ടാണെന്ന് ഇന്നലെ ഒരു യൂത്ത് കോൺഗ്രസിന് അവിടുന്ന് പോകുന്ന ഒരു നിസൂറോ പുള്ളിക്കാരൻ പറയണ കേട്ടില്ലേ? ഇപ്പൊ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് പാലക്കാട് അവർ പരാജയപ്പെടുമെന്ന് അവർക്കൊരു തോന്നൽ വന്നിരിക്കുന്നു. ഇപ്പൊ ഈ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ മൊത്തം മുസ്ലിങ്ങള് ഇടതുപക്ഷവും BJPയും ധാരണയാണ് കൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യുമെന്ന് ധരിച്ച് ഇവിടെ കേരള ഗവൺമെന്റ് സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങള് വികസനം ചർച്ച ചെയ്യരുത്, അജണ്ട മാറ്റുക, അങ്ങനെയെങ്കിലും വോട്ട് പിടിക്കാൻ നോക്കുക. ഈ രാജസ്ഥാനില് അവിടെ ഇപ്പോൾ ഭരിക്കുന്നത് BJP ആണ്. ഈ പറയുന്ന KC വേണുഗോപാല് രാജ്യസഭയിലേക്ക് രാജസ്ഥാനിൽ നിന്ന് ജയിച്ചു വന്ന MP ആയിരുന്നു. ആ സ്ഥാനം കളഞ്ഞിട്ട് ഇവിടെ ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ വ്യക്തമായിട്ട് അറിയാം രാജസ്ഥാനിൽ നിന്ന് ജയിച്ചു അവിടെ ഭരണമുള്ളത് BJPക്കാണ്, BJPയുടെ MP ഉണ്ടാവുന്നത്. ആ BJPക്ക് MP കൊടുത്ത വേണുഗോപാലാണ് ഇവിടെ വന്നിരുന്നിട്ട് ഈ വീരവാദം പറയുന്നത്. അപ്പൊ ഒരു കാരണവശാലും ഇന്ത്യ രാജ്യത്ത് നമുക്കറിയാം, അല്ലെങ്കിൽ കേരളത്തിൽ പ്രത്യേകിച്ചും 100 കണക്കിന് CPM-ന്റെ ആളുകളെ കൊന്ന ആ BJPയുടെ കൂട്ടുകൂടുമെന്ന് പറയാൻ സ്വല്പമെങ്കിലും നാമമാനം വേണ്ട ഈ കോൺഗ്രസുകാർക്ക്. ഒരു കാരണവശാലും അവരുടെ വിഷയം വികസനം ചർച്ച ചെയ്യരുത്, അജണ്ട മാറ്റം. തോൽവി പല സ്ഥലത്തും അവർ മടക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ പിന്നിട്ട് ഏക കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ തിരുവനന്തപുരത്താണെങ്കിൽ നേമത്ത് അവരെ BJP-ന് ജയിപ്പിക്കുക, വട്ടിയൂർക്കാവിൽ കോൺഗ്രസിന് തിരിച്ച് ജയിപ്പിക്കുക, ഇങ്ങനെ ധാരണയിലെത്തേണ്ട അവരെ ഇപ്പൊ ഉദാഹരണത്തിന് തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ പറഞ്ഞു ഈ 2020 എന്ന് പറയുന്ന ഇത് ആ മണ്ഡലത്തിലാണ് ഞാൻ കുന്നത്താളിലാണ് ഞാൻ പെട്ട ആളാണ് ഞാൻ. അവര് എന്തൊക്കെ വോട്ട് 2020 പിടിക്കുന്നത് എല്ലാ പാർട്ടിയിലും പിടിക്കും, BJPയുടെയും പിടിക്കും, കോൺഗ്രസിന്റെയും പിടിക്കും, ഇടതുപക്ഷത്തിനും. പിന്നെ അത് ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് അനുകൂലത്തിനാന്ന് പറഞ്ഞാൽ എന്ത് അർത്ഥത്തിലാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ എത്ര ആലോചിക്കുന്നത് ഞങ്ങളുടെ നാട്ടില് എനിക്ക് കൃത്യമായിട്ട് അറിയാം എല്ലാ പാർട്ടിക്കാരും പോകുന്നുണ്ട്. ആ പുള്ളി ചില പച്ചക്കറിയൊക്കെ ആൾക്കാർക്ക് കൊണ്ട് പണ്ട് കൊടുത്തു, അതിന്റെ പേരിൽ ആൾക്കാർ അങ്ങോട്ട് പോയി. ഇപ്പൊ ഞങ്ങൾക്ക് ഈ തവണ കഴിഞ്ഞ പഞ്ചായത്ത് കൊണ്ട് തന്നില്ല 5 കൊല്ലമായിട്ട്, ഇപ്പൊ ഭരണമൊന്നുമില്ല പഞ്ചായത്തില്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അതെന്ത് രാഷ്ട്രീയമാണേ? അവർ കുറച്ച് പൈസ ഉണ്ട്, കുറച്ച് ആൾക്കാരെ ഇങ്ങനെയുള്ള താരങ്ങൾ വിളിച്ചുകൊണ്ടു നിർത്തി, വോട്ടുമില്ലാത്ത വിളിച്ചുകൊണ്ടു അവർ പിൻവാങ്ങി. അതൊക്കെ വെറും ഒരു നാടക കളികളല്ലേ? 2020 സ്ഥാനാർത്ഥിനെ കൊണ്ടുവന്നത് ഇടതുപക്ഷത്തിനെ ജയിപ്പിക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞത് എന്ത് വിവരക്കേടാണെന്ന് എനിക്ക് മനസ്സിലായിക്കണേ. ശരി, വ്യക്തമായി. താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ വർഗീസ് ക്ഷുഭിതനാവുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ അതിന് മറുപടി നമ്മുടെ റഷീദ് കൊയിലാണ്ടി ഉണ്ട്. ശ്രീ റഷീദ് കൊയിലാണ്ടി, വികസനം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പണിയാണെന്നാണ് നമ്മുടെ ഇദ്ദേഹം പറയുന്നത്. വർഗീസ് അയ്യയ്യേ, അങ്ങനെയൊന്നുമല്ല. നമുക്ക് വളരെ വ്യക്തമായി കൃത്യമായിട്ട് നമ്മുടെ രാഷ്ട്രീയത്തെ നോക്കിക്കാണുക. കേരളത്തിലെ എല്ലാ ആളുകളും അതെല്ലാവരും രാഷ്ട്രീയമുള്ളവരാണ്, രാഷ്ട്രീയത്തെ നോക്കിക്കാണുക. ഈ പാലക്കാട് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം നിർത്തിയ സ്ഥാനാർത്ഥി ആരാണ്? അവിടുത്തെ ഒരു ഹോട്ടൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അവരുടെ സംഘടനയൊക്കെ അയാളെ ആർക്കെങ്കിലും അറിയാമോ? കേരള രാഷ്ട്രീയത്തിൽ ആർക്കെങ്കിലും അറിയാമോ? കേരള രാഷ്ട്രീയത്തിൽ എന്തിനാണ് അയാൾ മത്സരിക്കുന്ന മണ്ഡലത്തിലെ ആളുകൾ അറിഞ്ഞാൽ പോരെ? മണ്ഡലത്തെ അതല്ലല്ലോ, അങ്ങനെയല്ലല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ശക്തനായ സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി സാധാരണ പ്രവർത്തകർക്കും അറിയുന്ന ഒരു നേതാവിനെ നിർത്തണമല്ലോ. അങ്ങനെ പല മണ്ഡലങ്ങളിലും ഇടതുപക്ഷ കോട്ടകളുള്ള ഒരു മണ്ഡലത്തിൽ ഒരുപാട് വിപ്ലവ പോരാട്ടങ്ങൾ നടത്തിയ ഒരു മണ്ഡലമാണ്, ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തെ ഇത് ഒന്നും ബാധകമല്ലാത്ത ഒരു സ്ഥാനാർത്ഥി എനിക്ക് ഡീലുണ്ടാവുമല്ലോ, ഡീല് വേണമല്ലോ.
കോൺഗ്രസ് സ്ഥാനാർത്ഥി പാലക്കാട് മാത്രം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ജയിക്കുന്ന ഒരു പ്രതലത്തിലാണ് കേരളം ഉള്ളത്. യു ഡി എഫിന് ജയസാധ്യത. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഈ ഡീലൊക്കെ നടത്തി കുറച്ചെങ്കിലും MLA-മാരെ ഉണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടല്ലാതെ മറ്റെന്താ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഇത് അംഗീകരിക്കില്ല. അതായത് നിങ്ങൾക്കും അറിയാലോ, നിങ്ങളും വിലയിരുത്തല്ലോ ഓരോ സ്ഥാനാർത്ഥിയെ കുറിച്ച്. നിങ്ങൾക്ക് എന്ത് വിലയിരുത്തിയാൽ ഈ റസാക്കിനെ ആർക്കറിയാം? വ്യവസായ മേഖലയെ ഒരു വ്യവസായ പ്രമുഖൻ, ഒരു വ്യവസായി, ഒരു കച്ചവടക്കാരൻ എന്നതിനപ്പുറം ഇദ്ദേഹത്തെ അവിടെ നിർത്താൻ എന്ത് മാനദണ്ഡമാണ് ഉള്ളത്? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ എന്തെങ്കിലും ഈ പറഞ്ഞ ആളുണ്ടോ? അപ്പൊ അവിടെ ഡീല് നടന്നിട്ടുണ്ട്. അവിടെ മാത്രമല്ല ചെങ്ങന്നൂരിലുണ്ട്. അങ്ങനെ ഏതോളം 10 സ്ഥലങ്ങളിൽ ഡീല് നടത്തിയിട്ട് ഇവർക്കും ജയിക്കുന്ന രൂപത്തിലേക്ക് ഡീല് നടന്നിട്ടുണ്ട്. അതിന്റെ മറുപടി ഉദാഹരണമാണ് പാലക്കാട്. പാലക്കാട് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാം, ഇടതുപക്ഷത്തിന് ഒരുപാട് ജയസാധ്യതകളുള്ള മണ്ണാണ് പാലക്കാട്. ഒരവസരത്തിലൊക്കെ ആ അവസരത്തിൽ മാറ്റിയെടുത്തതാണ്. എന്നാൽ തന്നെ ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾ നിർത്തിയാൽ ഡീലുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താനൊന്നും കഴിയില്ലല്ലോ. PD സതീശൻ പറയുന്നത് മാത്രമല്ല, ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തനം കൂടി ചിന്തിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് അവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയുള്ളത്. അത് തീർച്ചയായും കേരളം ചർച്ച ചെയ്യുകയും ചെയ്യും. ഓക്കെ, അങ്ങ് പറഞ്ഞത് വ്യക്തമാണ്. അപ്പൊ ഞാൻ അതിന് സുരേന്ദ്രൻ എന്നോടൊപ്പം ചേർന്ന് തൃശ്ശൂരിൽ നിന്ന്. സുരേന്ദ്രൻ മറുപടി ഇതിൽ എന്താണ് സുരേന്ദ്രന് പറയാനുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഈ തൃപ്പൂണിത്തറ കേസ് എന്ന് പറഞ്ഞു, അത് ഒന്ന് തുടങ്ങാം നമുക്ക്. കാരണം തൃപ്പൂണിത്തറ കഴിഞ്ഞ ഇലക്ഷനില് അവിടെ രാധാകൃഷ്ണൻ സാറായിരുന്നു പഴയ. അതെ, അദ്ദേഹം ഇലക്ഷൻ കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? BJP-ക്കാര് കോൺഗ്രസിനോ വോട്ട് ചെയ്തു, കെ ബാബുവിനെ ജയിപ്പിക്കാനായിട്ട് അവിടെ ഡീലുണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ പരാതി. ആ പരാതി അന്വേഷിക്കുക പോലും ചെയ്തിട്ടില്ല BJP. പിന്നെ പാലക്കാട് അവർക്ക് വലിയ വ്യത്യാസമില്ല. സാധാരണ ഇപ്പൊ തുറവൂർ വിശംബരൻ അവിടെ മത്സരിക്കുമ്പോൾ 29,000 വോട്ട് ഉണ്ടായിരുന്നു. KS രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ അത് ഒരു 5,000 വോട്ട് കുറഞ്ഞു, 23,000 ആയി. അതാണ് കെ ബാബുവിന് കൂടിയതെന്ന് പറയാനും പറ്റില്ല, അല്ലേ? അത് പറ്റുമോ? അത് സാറിന്റെ നിരീക്ഷണം അങ്ങനെയായിരിക്കും. എന്റെ നിരീക്ഷണം പറയുന്നത് ഇതാണ്. ഇനി പാലക്കാട്ടേക്ക് ഞങ്ങളൊക്കെ ഞങ്ങളുടെ മണ്ഡലത്തിൽ എങ്ങനെയാ പ്രചരണം നടത്തുന്നതെന്നറിയോ? MLA ചെയ്ത് എന്ത്? സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്നത്. ആ MLA-യെ എങ്ങനെയാണ് നമ്മള് MLA എന്തെല്ലാം കാര്യങ്ങള് ആ മണ്ഡലത്തിന് വേണ്ടി ചെയ്തു എന്ന് പറയട്ടെ. വലിയൊരു സ്ഥാനാർത്ഥിയാ. മറ്റേ ഷാഫി പറമ്പിലായിരുന്നല്ലോ അവിടെ 3 കൊല്ലം, 2 കൊല്ലം മാങ്കൂട്ടത്തിലായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തില്. ഇവരുടെ പ്രവർത്തികൾ അവരെന്ത് ചെയ്തു ആ മണ്ഡലത്തിൽ ചെയ്തു എന്നുള്ളത് പറയട്ടെ. ഇവരെന്തിനാണ് പേടിക്കണേ? ഇവര് പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ എന്ത് ചെയ്തെന്ന് പറയാ? MLA പുറത്താക്കിയില്ല. ഇനി അയാൾ ചെയ്ത കാര്യം പറയാൻ പറ്റുമോ? അയാൾ ചെയ്ത കാര്യം, അയാൾ MLA ആയിരുന്നല്ലോ. ഇപ്പൊ പുറത്താക്കിയില്ലേ? പാർട്ടിക്ക് പുറത്തല്ലേ? ഇപ്പോഴല്ലേ പുറത്തേക്ക്? പുറത്താവണതിന് മുന്നേ ഉണ്ടായിരുന്നല്ലോ ചെയ്ത്. അതിന് മുന്നേ 3 കൊല്ലം ഷാഫി പറമ്പിലുണ്ടായിരുന്നു. ഒരു കൊല്ലം കൂട്ടുക. ബാക്കി അയാളുടെ പ്രവൃത്തി എന്താണെന്ന് ജനങ്ങൾ വിലയിരുത്തട്ടെ. ഇതൊന്നും ചർച്ച ചെയ്യാം. ആ പെരുമ്പാവൂരിന്ന് വർഗീസ് എന്ന് പറഞ്ഞ ആള് പറഞ്ഞ് കറക്റ്റാണ്. അതിൽ വലിയ ആൻസർ അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള മറുപടി. കേരളത്തിലെ ആ മണ്ഡലത്തിലെ ഈ പറഞ്ഞ വികസനങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ എടുത്ത് പറഞ്ഞ് സംസാരിക്കാന്റെ ഈ ഡീലും കാര്യങ്ങളും പറഞ്ഞു. ഇതിനു മുന്നേ നമുക്കറിയാം ഒരു കോലീബി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലേക്കൊന്നും ഞാൻ പോകണില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാറിന് അറിയാം, സാറ് എല്ലാം കാണുന്ന. അപ്പൊ വ്യക്തമാണ്, ഏതായാലും അഭിപ്രായം കൃത്യമാണ്. അപ്പൊ എന്നോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടിയുണ്ട്. അത് നമ്മുടെ ഇടയം മുരളിയാണ്. ശ്രീ ഇടയം മുരളി, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ ഇറങ്ങിയോ? നമസ്കാരം. ജോലി ചെയ്യുന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങാൻ പറ്റുന്നുണ്ടോ ശ്രീ ഇടയം മുരളി? തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇനി ശക്തമായിട്ട് ഇറങ്ങണം. കാര്യം ഞങ്ങളെ ഘടകകക്ഷിയായിട്ട് നാഷണൽ ജനതാദളിനെ ഘടകകക്ഷിയായിട്ട് വീണ്ടും എടുത്തിരിക്കുകയാണ്. അപ്പോ നിങ്ങൾക്ക് പക്ഷെ സീറ്റ് കിട്ടിയില്ല അല്ലേ? ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല. അപ്പൊ സീറ്റിന് വേണ്ടി കിടന്ന് പിണങ്ങാനൊന്നും നിൽക്കുന്നില്ല. വളരെ സൈലന്റ് ആയിട്ട് അതാണ്. സീറ്റൊന്നും വേണ്ട, നിസ്വാർത്ഥമായ സേവനം എന്ന രീതിയിൽ. അത്രേ ഉള്ളൂ. അല്ലാതെ സീറ്റിന് വേണ്ടി അടികൂടുക, പിണങ്ങിപ്പോവുക, മുന്നണി മാറുക, ഇന്ന് ഈ മുന്നണി നാളെ മറ്റേ, അങ്ങനെ. അത് മാത്രമല്ലല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മാത്രമല്ലല്ലോ ജനാധിപത്യവും രാഷ്ട്രീയവും എന്ന് പറയുന്നത്. ജനാധിപത്യത്തിൽ മത്സരിച്ചില്ലെങ്കിലും നമുക്ക് പൊതുജനങ്ങൾക്ക് എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു കൊടുക്കാം. അപ്പൊ അവിടെ ഇടയം മുരളി കൊല്ലം മണ്ഡലത്തിലാണോ? എവിടെയാ? ഞാൻ കൊല്ലം ജില്ലാ സെക്രട്ടറിയാ പാർട്ടിയുടെ. അല്ല, മണ്ഡലം കുണ്ട്രയാണ് മണ്ഡലം. ഓ, കുണ്ട്രയാണ്. ശരി. അപ്പൊ അവിടെ തീപ്പാറും പോരാട്ടം നടക്കുകയാണ്. മത്സരിക്കുന്ന UDF-ന്റെ PC വിശ്വനാഥ് മത്സരിക്കുന്ന മണ്ഡലമാണ് കുണ്ട്ര. അതെ. അപ്പൊ PC വിശ്വനാഥിന് വേണ്ടിയാണോ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്? തീർച്ചയായിട്ടും. അതെ.
ശരി. അപ്പോൾ എങ്ങനെയുണ്ട് അവിടെ സാഹചര്യം എങ്ങനെയുണ്ട്? ഇവിടെ സാഹചര്യം UDFന്റെ മണ്ഡലമായിട്ട് സ്ഥിരം മണ്ഡലമായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് കുണ്ട്രയുള്ളത്. അതെയോ? ആ. അപ്പോൾ ഈ പിന്നെ PC വിഷ്ണുനാഥിന് അവിടെ വലിയ ജനസ്വാധീനം ഉണ്ടോ? എങ്ങനെയാ? അതാ പാർട്ടിക്കാണോ വലിയ സ്വാധീനം? PC വിഷ്ണുനാഥ് പ്രവർത്തനങ്ങളെ ജനങ്ങളെ നോക്കുമ്പോൾ നല്ല വികസന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പക്ഷേ ഇതിന് മുമ്പേ കുണ്ടറയിൽ നമുക്കറിയാലോ, അവിടെ മേഴ്സിക്കുട്ടിയമ്മയും MA ബേബിയും ഒക്കെ ജയിച്ച മണ്ഡലമാണ് അല്ലേ? അതെ അതെ അതെ, ജയിച്ചിരുന്ന മണ്ഡലമാണ്. അപ്പോൾ അത് കോൺഗ്രസിന്റെ ആണെന്ന് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല. PC വിഷ്ണുനാഥ് ജയിച്ചു, മേഴ്സിക്കുട്ടിയമ്മയെ തോൽപ്പിച്ചു. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ അവിടെ വിജയിച്ചിട്ടുണ്ട്. അവിടെ പക്ഷേ ഈ നിങ്ങൾ അവിടെ നേരിട്ടുള്ള ഒരു ഫൈറ്റാണ്. അവിടെ ഈ BDJSനല്ലേ സീറ്റ്? BDJS അല്ലേ? ഇത്തവണ BJP ആണ്, കഴിഞ്ഞ തവണ BDJSനായിരുന്നു അല്ലേ? BDJSന് അല്ല, അവിടെ ഇപ്പൊ റോബിൻ രാധാകൃഷ്ണൻ അല്ലേ? BJP റോബിൻ രാധാകൃഷ്ണൻ പരിപാടിയിലൊക്കെ പങ്കെടുത്തിരുന്ന റോബിൻ രാധാകൃഷ്ണനാണ്. അതെ, അല്ല പക്ഷെ കഴിഞ്ഞ തവണയൊക്കെ അവിടെ BDJSനായിരുന്നു. കഴിഞ്ഞ തവണ BDJSനും BJPക്കും ഒക്കെ നേരത്തെ നിന്നിട്ടുണ്ട്. അപ്പൊ പക്ഷെ BJPക്ക് അവിടെ വലിയൊരു വോട്ട് ഗ്രോത്ത് കാണുന്നില്ല അല്ലെ? നേരിട്ടുള്ള ഒരു മത്സരമാണ്. ഇല്ല, BJPക്ക് അങ്ങനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ BJP മൂന്നാം സ്ഥാനത്തുള്ളതേ ഉള്ളൂ. മൂന്നാം സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BDJSന് 6000 ചില്ലാനും വോട്ടാണ് കഴിഞ്ഞ തവണ കിട്ടിയെന്നാണ് ഞാൻ ഓർക്കുന്നത്. BJP മത്സരിക്കുമ്പോൾ കുറച്ചും കൂടി 10-20 ശ്യാം കുമാർ അല്ലേ മത്സരിക്കുമ്പോൾ കുറച്ചും കൂടി വോട്ട് കിട്ടും അല്ലേ? മൂന്നാം സ്ഥാനത്തിന് മേളിലോട്ട് വരാൻ പാടാം. ശരി. അപ്പൊ ഇതേ മുരളി അവിടെ നിങ്ങൾ വല്ല ഡീലുണ്ടോ? ഇതേ മുരളി ഇവിടെ ഡീലൊന്നും പിന്നെ നടത്തില്ല. ഇവിടെ BJPയും CPM നേരത്തെ തന്നെ ഡീലുണ്ട്. അതിന്റെ ഒരു ചെറിയ ഭാഗം ചിലപ്പോൾ കാണും. കാര്യം ഇതേ മുരളിയുടെ പാർട്ടി അവിടെ ഡീലൊന്നും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല, ഞങ്ങളെ പാർട്ടി നമ്മളെ ജോൺ സാറ്, സംസ്ഥാന പ്രസിഡന്റ് ജോൺ സാറ് പറയുന്ന നിർദ്ദേശം അനുസരിച്ച് പോകും. ശരി. അപ്പൊ അവിടെ വാശിയേറിയ പോരാട്ടം നടക്കണം. ഈ മറ്റിടത്തൊക്കെ ഈ ഡീൽ എന്ന് പറയുമ്പോ ആകെക്ക് എന്ത് തോന്നുന്നു? സത്യമാണോ അതോ വെറുതെ? അത് CPMഉം BJPയും തമ്മിൽ ഈ പ്രവർത്തകരുടെ ഇടയിൽ ഒരു ഡീലുണ്ട്. അതിന്റെ ഒരു ഭരണത ഫലമാണല്ലോ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ BJP ഭൂരിപക്ഷം നേടിയത്. മാത്രമല്ല തൃശ്ശൂരിലും അതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അവിടെയും പിന്നെ BJPയുടെ സ്ഥാനാർത്ഥി സുരേഷ് ജയിച്ചത്. പിന്നെ BJP ജയിക്കുന്നിടത്തൊക്കെ ഡീൽ ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ? അല്ല, ജയിക്കുന്നതെന്നല്ല. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പില് BJPയും CPMഉം എത്ര ഡീല് നടത്തിയാലും ശരി തന്നെ UDF വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരാനുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് കുറെ കാലം കൊണ്ട് കേരളത്തിൽ ഉള്ളത്. അതിനെ മറികടക്കാനുള്ള ഒരു സംവിധാനവും ഒരു സാഹചര്യവും ഒരു കക്ഷിക്കും ഒരു മുന്നണിക്കും വന്നിട്ടില്ല. ഇപ്പൊ UDFന്റെ ഒരു തരംഗം തന്നെ ഉണ്ടാവും. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. BJPയും CPMഉം തമ്മിൽ ഡീല് ഉണ്ടാക്കിയാലും UDF തന്നെ വിജയത്തിൽ വരുന്നത്. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ ശശിധരൻ പിള്ള നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ട്, നേരത്തെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോഴാണ് പക്ഷേ കാണുന്നത്. ജിയോവ എന്നോടൊപ്പം കൂടി ഉണ്ട്. പഴയ MLA ചെയ്ത് എങ്ങനെയാണ് പുറത്തു പറയുക? ജിയോവ അത് മനു പറഞ്ഞത് ശരിയാണ്, പുറത്തു പറയാൻ കൊള്ളില്ലെന്ന്. ജിയോവ ചിലപ്പോഴൊക്കെ എന്നെ പുകഴ്ത്തും, ചിലപ്പോൾ തമാശയൊക്കെ ഇങ്ങനെ അടിക്കുന്നതിലേക്ക്. അപ്പോൾ പഴയ MLA പരിഹസിക്കുകയാണ് പാലക്കാട്ടിൽ. ഓക്കെ, കേരള ബോക്സ് ഓഫീസ് വർഷങ്ങളായി തെരഞ്ഞെടുപ്പ് കാലത്ത് UDFിലൊന്ന് LDFും BJPയും UDF ഡീലെന്ന് LDFും LDF BJP ഡീലെന്ന് UDFും ആരോപിക്കുന്നുണ്ട്. തുടർന്നും LDFുകാരും UDFുകാരും BJP വോട്ട് ചെയ്യുന്ന അവസ്ഥയിലെത്തി. ആരോപണം തുടർന്നാൽ BJP ഇനിയും വളരും എന്നാണ് കേരള ബോക്സ് ഓഫീസ് എന്നോട് പറയുന്നത്. പിന്നെ എന്താണ് എപ്പിസോഡ് 26 എന്നോട് പറയുന്നത് ഡീലാണെങ്കിൽ പോയി പണി നോക്കുന്നു. സ്വന്തം സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ കഴിവില്ലാതെ ഇങ്ങനെ ഡീലും പറഞ്ഞ് നടക്കാൻ ഉളുപ്പില്ലേ ഈ പറയുന്നവർക്ക്? നല്ല സ്ഥാനാർത്ഥി ഇല്ലാഞ്ഞിട്ടാണോ കേന്ദ്ര നേതാവ് മുതൽ അപവാദ പ്രചരണം നടത്തുന്നത് എന്നാണ് ഈ എപ്പിസോഡ് 26 എന്നോട് ചോദിക്കുന്നത്. വലിയ പേരാണ്, എന്തൊരു സമൻ വിത്ത് ക്യൂട്ട് എപ്പിസോഡ്. ഓക്കെ, അപ്പോൾ ശിവൻകുട്ടി CR എന്നോട് പറയുന്നത് പഴയ കോലീബി സഖ്യമാണ് ഡീൽ എന്ന കാര്യമായി വരുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതും മുരളീധരൻ 3ാം സ്ഥാനത്ത് പോയതും എന്ത് ഡീലാണ് എന്നോട് ചോദിക്കുന്നു. അപ്പോൾ എന്നോട് മറ്റൊരാൾ, നമ്മുടെ ഗോമാതയി കിരൺ ബാബു സൈക്കിൾ എന്താ ഇടയ്ക്ക് പുറകോട്ട് ചവിട്ടുന്നത്? അതെനിക്കറിയില്ല കേട്ടോ. അത് കുറേ മുന്നോട്ട് ചവിട്ടി മടുക്കുമ്പോൾ പിന്നെ പുറകോട്ട് ചവിട്ടുന്നത് ഞാനും കാണുന്നുണ്ട്. നോക്കാം നമുക്കത് എന്താ. അങ്ങനെ ചെയ്യാറുണ്ടോ? പണ്ടൊക്കെ സൈക്കിൾ ചവിട്ടുമ്പോൾ നമ്മളൊക്കെ അറിയാതെ കുറേ മുന്നിലേക്ക് ചവിട്ടുമ്പോൾ ഇടയ്ക്കൊന്ന് ബാക്കിലേക്ക് ചവിട്ടില്ല, അങ്ങനെയാണ്. അപ്പോൾ 81 വയസ്സുള്ള കാരണഭൂതന് മത്സരിക്കാമെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നു. എന്തായാലും ഭാവിയിൽ കേരളത്തിൽ ഇന്ത്യ മുന്നണി ഉണ്ടാകും എന്ന് സുനിൽകുമാർ പറയുന്നു. തോൽവി ഉറപ്പിച്ചു. ഇലക്ഷൻ ആകുമ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥിരം പല്ലവിയാണ് ഇത് എന്ന് ജിയോവ എന്നോട് പറയുന്നു. ഒന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല, ജനങ്ങളെ
സമാധാനിപ്പിക്കാൻ കോൺഗ്രസിനില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ ഐഡിയയും കൊണ്ട് വരികയാണെന്നൊക്കെയാണ് ജിയോ. അത് ഇംഗ്ലീഷിലാണ് എഴുതുന്നത്, എനിക്ക് മലയാളത്തിൽ വായിക്കും. റഷീദ് കൊയിലാണ്ടി, പാലക്കാട് നല്ല രാഷ്ട്രീയ നേതാക്കൾ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കാൻ നടനെ ഇറക്കിയത് എന്ന് എന്നോട് ക്രിസ് ചോദിക്കുന്നുണ്ട്. മുൻകൂർ ജാമ്യം എടുക്കലാണ് ഡീൽ എന്ന ആരോപണം എന്ന് കൃഷ്ണദാസ് ഗ്യാസ് എന്നോട് പറയുന്നു. ശോഭാ സുരേന്ദ്രനെ ജയിപ്പിച്ചില്ലെങ്കിൽ പിണറായി വിജയൻ്റെയും ജയരാജൻ്റെയും കാര്യം പോക്കാണ് എന്ന് പറയുന്നു. വികസനമുണ്ട്, എന്തോരം ബാറുകളുടെ സമയമാണ് കൂട്ടിയതെന്ന് സുനിൽകുമാർ പരിഹസിക്കുന്നു. BJPക്ക് 110 മുതൽ 30 സീറ്റ് നേടും, കേവല ഭൂരിപക്ഷം ഇല്ലാത്ത പാർട്ടികൾ ഇന്ത്യ മുന്നണി ഉണ്ടാക്കി ഭരിക്കേണ്ടി വരും എന്ന് ഗ്ലാഡിയേറ്റർ പറയുന്നു. ഞാൻ അഭിനന്ദിക്കുന്നു സജീവൻ കണ്ണൂരിൻ്റെ വർത്തമാനത്തിൽ നിന്ന് KSൻ്റെ ആൾ എന്ന് ശരിയായി പ്രവചനം ഞാൻ നടത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ സദാശിവൻ നായർക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ എന്നെ അഭിനന്ദിക്കുകയാണ്, ഞാനത് KSൻ്റെ ആളാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓക്കെ. ബാബുരാജൻ പറയുന്നു, പരാജയ ഭീതി മൂലം പുറപ്പെടുന്ന ജനങ്ങളാണ് ഡീൽ ആരോപണങ്ങളിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രതിബദ്ധതയുടെ അളവ് ആരും അളക്കാൻ നോക്കരുത് എന്ന് പറയുന്നു. സജീവൻ ഓൻ്റെ ആളാണെന്ന് പറയും. മനു തമാശ പറഞ്ഞ് സജീവൻ ചേട്ടന് പിടികിട്ടിയില്ല എന്ന് സുനിൽകുമാർ പറയുന്നു. പാവം സജീവൻ. ഗ്ലാഡിയേറ്റർ ആഡ് കമൻസ് ഓൺ വേജ് വൈസ് എന്ന് പറയും. രഘുനന്ദനൻ തിരുമല്ലമാരും ഉണ്ട് കേട്ടോ, എന്നോടൊപ്പം കോൺഗ്രസിന് ഭരണം കിട്ടിയില്ലെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് പറയുന്നതെന്ന് രഘുനന്ദനൻ തിരുമല്ലമാരം പറയുന്നു. സദാശിവൻ TK എന്നോട് പറയുന്നു, ദർ ഇസ് നോ പോയിന്റ് ഇൻ സേയിങ് ഡീൽ ബിക്കോസ് ഹൗ ക്യാൻ വി ബിലീവ് ഇൻ ദീസ് ടൈപ്പ് ഓഫ് അലിഗേഷൻസ്. മെജോറിറ്റി വിൽ ഡിസൈഡ് ഹൂ ഇസ് ബെറ്റർ ദാൻ അപ്പാർട്ട് ഫ്രം പൊളിറ്റിക്സ്. ഓക്കെ. സദാശിവൻ. സന്തോഷ് കുമാർ എന്നോടൊപ്പം ചേരുന്നു. LDF 3.0 എന്നൊക്കെ പറയുന്നുണ്ട്. ബാറുകളുടെ സമയം കൂട്ടിയതുകൊണ്ട് കേരളത്തിൽ ഭാരത് അരി ആവശ്യമില്ല എന്ന് കൃഷ്ണദാസ് തിരിച്ച് പരിഹസിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ K മുരളീധരൻ LDFുമായി ഒരു ഡീൽ ചെയ്തു, കുമ്മനത്തെ തോൽപ്പിച്ചു. അത് അദ്ദേഹത്തിന് വ്യക്തമായി അനുകൂലമായി. അതിനെക്കുറിച്ച് അദ്ദേഹം സന്തോഷത്തോടെ തന്നെ സംസാരിക്കുകയും ചെയ്യുന്നു. മനു, അതാണ് ഡീൽ എന്ന് ക്രിസ് പറയുന്നു. ജനങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ ആർക്ക് വോട്ട് ചെയ്താൽ ഗുണമുണ്ടെന്ന് മനസ്സിലാവും, ഇല്ലെങ്കിൽ എന്നും പൊട്ടക്കിണറ്റിൽ കണക്കുമെന്ന് സുനിൽ പറയുന്നു. ഇടതായാലും വലതായാലും ഇന്ത്യ മുന്നണിയല്ലേ എന്ന് പറയുന്നുണ്ട്. ക്ഷേമ പെൻഷൻ അടുത്ത മാസം കൂടി ഈ മാസം പെൻഷൻ ഒരുമിച്ച് കൊടുക്കുകയാണ്. അത് മേടിച്ച് മണിയാശാൻ പറഞ്ഞതുപോലെ പണി കാട്ടരുത്. ആടിനെ പ്ലാവില പോലെ പണം കൊടുത്ത് വോട്ട് ചോദിക്കുന്നു, വേറൊന്നും പറയാനില്ല എന്ന് സുനിൽകുമാർ പറയുന്നു. BJP ജനഹൃദയങ്ങളിലാണെന്ന് ഗോമാതാജി. BJP രാജ്യം മുഴുവൻ ജനങ്ങൾക്കുമായി ഡീലുണ്ടെന്നും പറയുന്നു. അവസാന ഓഡിയൻസ് പോൾ റിസൾട്ട് വരുമ്പോൾ എത്ര പേർ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. ഇന്നത്തെ പോളിൽ ഇതുവരെ 25,000 വോട്ടർമാരായിട്ടുണ്ടെന്ന് പറയുന്നു. ഷാജി ഭാസ്കർ അങ്ങനെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ചെറിയ ഇടവേള വേണം. അപ്പോൾ പ്രവീണ എന്നോടൊരു ഇടവേളയൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഇടവേള എടുത്തതിന് ശേഷം കൂടുതൽ പ്രേക്ഷകർ എന്നോടൊപ്പം യൂട്യൂബിൽ ചേരുന്നുണ്ട്. തോറ്റാൽ ശശിധരൻ പിള്ള പറയും, തോറ്റാൽ ഡീൽ മൂലം എന്ന് പറയാം, ജയിച്ചാൽ ഡീൽ ഉണ്ടായിട്ട് ഞങ്ങൾ ജയിച്ചു എന്ന് പറയാം. ഇതാണ് ഇതിൻ്റെ രാഷ്ട്രീയ തന്ത്രം എന്നാണ് ശശിധരൻ പിള്ള പറയുന്നത്. അപ്പോൾ കമൽ P എന്നോട് വൈ എന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്, എന്താ എനിക്ക് മനസ്സിലായില്ല. സ്വർണ്ണലത പറയുന്നു, മനുസാറെ കാണാം എന്ന് പറയുന്നു. തിരക്കിലാണ് എല്ലാവരും, രാഷ്ട്രീയ തിരക്കിലാണ്. സ്വർണ്ണലതയൊക്കെ എന്തോ തിരക്ക് പിടിച്ച് ഓട്ടത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓക്കെ, സ്വർണ്ണലത എനിക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലായിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത്. ടിറ്റോ തോമസ് K എന്നോട് പറയുന്നു, ഇവിടെ ഡീലുള്ളത് പിണറായിയും VD സതീശനും തമ്മിലാണ് എന്ന് എന്നോട് പറയുന്നു. കമൽ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ഷാജി ഭാസ്കർ എനിക്ക് നന്ദിയൊക്കെ പറയുന്നുണ്ട്, അത് എന്തിനാണെന്ന് അറിയില്ല. ഒരു ചുവന്ന ഹൃദയമൊക്കെ അയക്കുന്നുണ്ട്. ഇവിടെ ഡീലുള്ളത് അവർ തമ്മിലാണ് എന്നൊക്കെ നമ്മുടെ ഓരോ പ്രേക്ഷകരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, ഇടയ്ക്ക് ജമ്പായി പോകുന്നുണ്ട്. നന്ദകുമാർ പറയുന്നു, ഈ ഡീൽ ഒരു സ്ഥിരം ആരോപണമാണ്. BJP ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ ഇന്ത്യ മുന്നണി ആകും, അതാണ് സാധാരണ കാണുന്നത് എന്ന് പറയുന്നു. ഗുഡ് ഈവനിങ് എന്ന് എന്നോട് കമല P പറയുന്നു. കമലയ്ക്കും എൻ്റെ ഗുഡ് ഈവനിങ്, സുഖമായിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കമല. അപ്പോൾ കമലയും നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രൻ നായർ എന്നോടൊപ്പം ചേരുന്നു, തിരുവനന്തപുരത്ത് നിന്നാണ്. ചന്ദ്രൻ നായർ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുണ്ടോ? ചന്ദ്രൻ നായർ ഇല്ല സാർ, ഇല്ലേ? പ്രചരണ രംഗത്തില്ല സാർ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാറുണ്ട്, അത്രേ ഉള്ളൂ. എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാണ്, ആരോടും വിദ്വേഷമില്ല. സാർ ഓവറലായിട്ട് സപ്പോർട്ട് ചെയ്യാമല്ലോ, നമുക്ക് ആര് വന്നാലും നിങ്ങൾ ജയിക്കും എന്ന് പറയുന്നതിൽ ഒരു വിരോധമില്ല സാർ. ശരി. അപ്പൊ ഈ ഡീൽ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ, അതോ വെറുതെ? പാലക്കാട്ട് CPM സ്ഥാനാർത്ഥി ദുർബലനല്ല, കഴിവുള്ള ആളാണെന്നാണല്ലോ സാർ CPM പ്രധാനമായിട്ടും എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പറയുന്നത്. അദ്ദേഹം സാമ്പത്തികമായിട്ട് നല്ല കഴിവുള്ള ആള് തന്നെയാണ് സാർ. അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ നിൽക്കട്ടെ, ദുർബലനല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അല്ല, അദ്ദേഹത്തിന്റെ സാമ്പത്തിക കാര്യത്തിൽ നമ്മൾ ഇത് കുറ്റപ്പെടുത്തരുത്. കാരണം അദ്ദേഹം അങ്ങനെ നല്ലോണം കഷ്ടപ്പെട്ട് ഞാൻ വ്യക്തിപരമായ അദ്ദേഹത്തെ ഇതിനെതിരെ പറയണം. അദ്ദേഹം നല്ല സ്ഥാനാർത്ഥിയാണോ ചീത്തയാണെന്നായിക്കോട്ടെ, അതല്ല, തിരഞ്ഞെടുക്കോ ഇല്ലതിൽ. പക്ഷേ അദ്ദേഹം വ്യക്തിപരമായി വളർന്നു വന്ന ആളാണ്. താഴെത്തട്ടിൽ നിന്ന് അദ്ദേഹം ചെറിയൊരു NMR ഹോട്ടൽ, എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നടത്തുകയും പിന്നെ പ്രവാസിയായി കുറേ കാലം ജോലിയൊക്കെ ചെയ്ത് നാട്ടിൽ മടങ്ങി വന്ന് അയാളുടേതായ ഒരു ബിസിനസ് സാമ്രാജ്യം
കെട്ടിപ്പടുത്തെങ്കിൽ അത് ഞാൻ ആ നിലയ്ക്ക് രാഷ്ട്രീയം വേറെ കാര്യം, പക്ഷെ ആ നിലയ്ക്ക് നമ്മൾ അദ്ദേഹത്തെ ഒരു ഹോട്ടൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരു മാതൃകയാണെന്ന് എനിക്ക് പറയാൻ കഴിയും. അത് ഇതിനപ്പുറത്ത് കേട്ടോ. രാഷ്ട്രീയത്തിൽ അദ്ദേഹം ശരിയാണോ, MLA ആയി വന്നാൽ എന്ത് ചെയ്യും, മികച്ചതായിരിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ വ്യക്തി എന്ന നിലയിൽ നമ്മൾ അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ പാടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡേവിഡ് അദ്ദേഹത്തിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട് സാർ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ശരി. ഓക്കെ, അപ്പോൾ ഡേവിഡ് വിജയ് എന്നോടൊപ്പം ചേരുന്നത് പള്ളുരുത്തിയിൽ നിന്നാണ്. ഡേവിഡ് വിജയ്, ചുരുങ്ങിയ വാക്കുകൾ, നമുക്ക് സമയം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഇത് ഡീലെന്ന് പറയുന്നത് തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലൊന്നും നടക്കില്ല. ഓരോരുത്തർക്കും അവരുടേതായ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അപ്പൊ ഈ തോൽവി ഭയന്നുകൊണ്ടുള്ള ഒരു ആരോപണമാണെന്നാ തോന്നുന്നത്. ഇവിടെ എറണാകുളത്ത് തന്നെ എനിക്കറിയാം, പഴയ കാലത്ത് ഒരു ചെങ്ങായിനെ എനിക്കറിയാം. അങ്ങോട്ട് മകൻ ഒരു ഇതുമില്ലാത്ത പൊതു സ്വതന്ത്രനും പറഞ്ഞുകൊണ്ട് അവനെ ഞങ്ങൾ എബീന്ന് വിളിക്കാറില്ല, ജേക്കബ്, ഒരു ഓർത്തോ പീഡിയാട്രീഷ്യനെ പിടിച്ചിട്ട് സ്വതന്ത്രനായിട്ട് ഇങ്ങനെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല സ്ഥലത്തും കാണിക്കുന്നുണ്ട്. അതിനെ ഡീലെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഞാൻ പശ്ചിമ കൊച്ചിയിലെ ഒരു സംഭവം ഞാനിപ്പോ പറഞ്ഞു തരാം. ഇവിടെ ചുരുക്കം പറഞ്ഞിട്ട് കുറച്ച് ദിവസം മുമ്പ് വരെ ആരാ സ്ഥാനാർത്ഥിന്നൊന്നുമില്ല. അപ്പോഴേക്കും കുറെ പോസ്റ്ററുകൾ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പശ്ചിമ കൊച്ചിയെ മനസ്സിലാക്കുന്ന ആൾ മതി, ഇവിടെ മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കോൺഗ്രസ്സുകാരാണ് വെച്ചിരിക്കുന്നത്. നോക്കിയപ്പോ എന്നിട്ട് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഇപ്പൊ ഷിയാസ് വന്നിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ചെറുപ്പക്കാരനാണ്, എനിക്ക് അദ്ദേഹത്തെ പറ്റി അറിഞ്ഞുകൂടാ, നല്ലൊരാളെന്ന് ഞാൻ കേട്ടിരിക്കുന്നത്. പക്ഷെ അത് ഇവിടെ ഇങ്ങനെ പ്രാദേശിക തലത്തിൽ ഞങ്ങൾ ആവില്ല എന്നും പറഞ്ഞുണ്ട്. ഈ വ്യക്തിയെ തീരുമാനിക്കുമ്പോഴേക്കും ഇവിടുത്തെ സിറ്റിംഗ് MLA മാക്സി വളരെ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു. ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കൊണ്ടുവന്നിട്ട് പോസ്റ്റുകളൊക്കെ പഠി. പിന്നെ അതുകൂടാതെ NDA ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു ഇവിടെ. ഈ സമുദായത്തിൽ അത്രയും ഭയങ്കര ഹോൾഡുള്ള ഒരു ഭയങ്കര ഒരു പ്രതീക്ഷിക്കാത്തൊരു ഷോക്കാണ്. നമ്മുടെ സേവിയർ ജൂലപ്പൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഹൈക്കോടതിയിൽ CD അഭിഭാഷകനാണ്. അത്രയും വ്യക്തിപരമായിട്ട് എന്തെങ്കിലുമൊക്കെ അട്ടിമറി സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പേ കൂടി അദ്ദേഹത്തെ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇലക്ഷൻ നിൽക്കുന്ന കാര്യം ഒന്നും കണ്ടിട്ടില്ല. 10 ദിവസം കൂടി മുമ്പ് എന്റെ വീട്ടിൽ വന്നിട്ടേ ഉള്ളൂ. അതേപോലെ അപ്പം ചുരുക്കം മനസ്സിൽ അങ്ങനത്തെ ഒരാൾ വന്നു. ഇപ്പൊ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിന് വോട്ടുമറിച്ചു കൊടുത്തു. അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ നമുക്കതിൽ ഡീലെന്നൊന്നും പറയാൻ പറ്റില്ല. ഈ വ്യക്തി ഇത്ര അതിശക്തനായിട്ടുള്ള ഒരു വ്യക്തി ഇവിടെ ഞാൻ പ്രതീക്ഷിക്കാത്ത നേരത്ത് താങ്കളുടെ അഭിപ്രായം. സമയം കുറവുകൊണ്ടാണ് നമുക്ക് പിന്നെ വിശദമായി സംസാരിക്കാൻ. രാധാകൃഷ്ണൻ കുട്ടനാട് നിന്ന്. ശ്രീ രാധാകൃഷ്ണൻ, ചുരുങ്ങിയ വാക്കുകൾ. നമസ്കാരം സാറേ. നമസ്കാരം. ഞാൻ വിളിച്ചത് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി, ഈ ഡീൽ എന്നൊക്കെ പറയുന്നില്ലേ, ഈ കേരളത്തിന്റെ പുറത്തേക്ക് പോയുള്ള ഡീൽ എങ്ങനെയാണ്? അത് മുന്നണി ഐക്യമല്ലേ ഡീൽ എന്ന് പറഞ്ഞ രഹസ്യ ഡീൽ, മറ്റേത് പരസ്യ ഡീൽ അല്ല. ഈ രഹസ്യ ഡീൽ എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യം ഉണ്ടായത്? ഇതെല്ലാരും ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്നവരല്ലേ ഇവരെല്ലാരും? ആരും തോക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കത്തില്ലല്ലോ. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ കേരളം ഭരിക്കേണ്ട ഇനി നമ്മളൊക്കെ ഈ സാധാരണപ്പെട്ട ആൾക്കാരൊക്കെ ഈ കുട്ടനാട്ടിലേക്ക് നമ്മുടെ ചമ്പകുളത്തേക്ക് കിടക്കുന്ന ആൾക്കാരൊക്കെ മലപ്പുറത്തു നിന്നുള്ള തീട്ടൂരം അനുസരിച്ച് വേണം ഇനി ജീവിക്കാൻ. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ സമയക്കുറവ് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. അപ്പോൾ ജിയോ എന്നോട് പറയുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ അത്രയൊന്നും സാമ്പത്തികം ഒന്നും NMR ആണ്, NRA എന്ന് എഴുതിയെങ്കിലും NMR റസാക്കാണ്. ഓക്കെ, NMR റസാക്കിന് ഇല്ല എന്ന് ജിയോബ പറയുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഇലക്ഷൻ കഴിയുമ്പോൾ പാലക്കാട് ഉൾപ്പെടെ 10-12 മണ്ഡലങ്ങളിൽ EVM തിരിമറി നടന്നു എന്ന് കരച്ചിൽ വരാനിരിക്കുന്നു എന്ന് എന്നോട് SKG പറയുന്നുണ്ട്. അതെന്താണ്? SKG BJP-കാരനാണ്. അപ്പോൾ BJP ജയിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇങ്ങനെ വരും എന്നുള്ള ഒരു ഇതാണ് പിന്നെ SKG പറയുന്നത്. ഓക്കെ, കേരളത്തിൽ മാത്രം EVM കറക്റ്റായിരിക്കും, അതൊരു അത്ഭുതമാണ് എന്ന് സുനിലും പറയുന്നുണ്ട്. ചന്ദ്രൻ നായർ പക്ക BJP-കാരനാണെന്നാണ് ഷിജു പറയുന്നത്. ഓക്കെ, ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ജനം എന്നേ തീരുമാനിച്ചു കഴിഞ്ഞു, ഡീൽ എന്നത് മുൻകൂർ ജാമ്യം എന്ന് പരിഹസിക്കുന്നു സുനിൽ. ജിയോവയുണ്ട്, പിഷാരി DA നിർത്തിയപ്പോൾ തന്നെ കോൺഗ്രസ് BJP ഡീലാണെന്ന് വ്യക്തമായി എന്നാണ് പറയുന്നത് ജിയോവയ്ക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെ തർക്കങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മൈക്കിൾ ഇടുക്കിയിൽ നിന്ന്. മൈക്കിൾ. ഹലോ സാർ, നമസ്കാരം. 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 മൈക്കിൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തൊക്കെ ഇറങ്ങുന്നുണ്ടോ ശ്രീ മൈക്കിൾ? ഇല്ല, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊന്നും ഇറങ്ങുന്നില്ല. അതെയോ? എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. അതെയോ? അതെ 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 അതെ. അത് ശരി. അപ്പൊ ഇടുക്കിയിൽ എങ്ങനെയാണ്? ഇടുക്കിയിലാണോ മണ്ഡലം? റോഷിയാണോ? അല്ല, ഇടുക്കിയാണ്. സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, ഇടുക്കിയിലാണ് ഞാൻ. മണ്ഡലം, നിയമസഭാ മണ്ഡലം. അതെ അതെ അതെ. അവിടെ എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പോരാട്ടമൊക്കെ? ചൂട് പിടിച്ചോ? നല്ല ചൂടിലാണ്. അത് ശരി, നല്ല ചൂടിലാണ്. ഓക്കെ, പിന്നെ ഡീൽ അവിടെ വല്ല ഡീലുണ്ടോ നമ്മുടെ ഇടുക്കിയിൽ? ഡീല് 140 സാർ. ഡീല് 140 മണ്ഡലത്തിലും ഡീലാണ്. ജനങ്ങളും ഈ വോട്ട് ചെയ്യാൻ പോകുന്ന സ്ഥാനാർത്ഥിമാരുമായിട്ട് അവർക്ക് തമ്മിലൊരു ഡീലുണ്ട്. അല്ലാതെ
ഇവര് ഈ പറയുന്ന ഡീൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ ഒരുമാതിരി എന്ത് ഭാഷയിൽ പറയാനാ, അവമാനിക്കുന്ന രീതിയിലുള്ളതാ ഈ വോട്ടർമാരെ. നമുക്ക് ഇപ്പൊ ഇതല്ല ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം. ഇപ്പം ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം ആ വിഷയം മാറ്റാനാണ്. ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ചർച്ച ചെയ്യാതെ ഇങ്ങനെയുള്ള തന്ത്രമാണ് നടക്കുന്നതെന്നാണ് താങ്കളുടെ തന്ത്രമാണ് ഈ ഇപ്പം ചെയ്യുന്ന ഈ ഭരിക്കുന്ന സർക്കാർ അതിന് അഴിമതി വല്ലതും ഉണ്ടോ? അഴിമതിയാണെങ്കിൽ ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം BJP സർക്കാരാണെങ്കിൽ കേരളത്തിന് എന്ത് ചെയ്തു? കേരളത്തിലെ കേരള ജനതയെ മുഴുവൻ സാമ്പത്തികമായി ഞെരുക്കി. ഇതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുക. ഇലക്ഷൻ സമയത്ത് ഇതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അല്ല ഡീൽ എന്ന് പറഞ്ഞാൽ ഒരു ഡീലും ഇല്ല. ആൾക്കാരും സ്ഥാനാർത്ഥികളും തമ്മിലും പാർട്ടികളും തമ്മിലൊക്കെ ഡീല് തന്നെയാണ് മുഴുവൻ. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഡീലാണ്. ശരി, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യവുമാണ്. അപ്പോൾ എന്നോടൊപ്പം സന്തോഷ് കുമാർ യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. LDFന് 3 തവണ വരും, 3-ാം തവണയും വരും എന്ന് പറയുന്നു. മൊയ്തീൻ കുട്ടി എന്നോടൊപ്പം ചേരും. സുനിൽ എന്തായാലും മൊയ്തീൻ കുട്ടി ജമ്പ് ചെയ്ത് പോയി. ഓക്കെ, ശശിധരൻ പിള്ള പറയുന്നത് കൃഷ്ണൻകുട്ടി ഇലക്ഷൻ തിരക്കിലായിരിക്കും എന്ന് പറയുന്നത് ഞാൻ അതറിച്ചു. മണിമല കൃഷ്ണൻകുട്ടിയെ കാണാനില്ല. അത് തെരഞ്ഞെടുപ്പ് തിരക്കിലായിരിക്കും. പക്ഷേ എന്തായാലും രാഷ്ട്രീയ അവലോകനം നടത്താൻ വരേണ്ടതാണ്. ഇന്നിപ്പോൾ ഞായറാഴ്ചയായതുകൊണ്ട് നമ്മുടെ ദീപു ഒക്കെ ഗൾഫിൽ നിന്നൊക്കെ നമ്മുടെ പൊതുവേദിയിൽ വരേണ്ടതായിരുന്നു. എന്താണ് അവർക്ക് വിളിച്ചിട്ട് കിട്ടാത്തയാണോ എന്നറിയില്ല. സാധാരണ ഇതുപോലെയൊക്കെ ചൂടേറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ദീപുവൊക്കെ പ്രതികരിക്കേണ്ടതാണ്. സുരപേരൽ എന്നോട് പറയുന്നു നമസ്കാരം, ചുവന്ന ഹൃദയമുണ്ട്. സുരപേരലിനും എൻ്റെ ചുവന്ന 2 അങ്ങോട്ട് ഞാനും തരികയാണ്. നോ ഡീൽ, കോൺഗ്രസിൻ്റെ ഗതികേട് അല്ലാതെ എന്തു പറയാൻ. ശശിധരൻ പിള്ള ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ല. ശ്രീ ശശിധരൻ പിള്ള സാരമില്ല, നമുക്ക് ഇന്ന് കുറച്ച് പുതിയ ആളുകൾക്കൊക്കെ വിളിക്കാൻ അവസരം കൊടുക്കുക. അപ്പോൾ എല്ലാ ദിവസവും അങ്ങും വിളിക്കുന്നത് നല്ലത് തന്നെ. പക്ഷേ ഞാൻ പറയുന്നത് ചില ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് പുതിയ ആളുകളും കൂടി വിളിക്കട്ടെ. അപ്പോൾ കേരളത്തിൽ മാത്രം EVM കുഴപ്പമുണ്ടാകില്ല എന്നൊക്കെയുള്ള ആ ചർച്ച അവിടെ അങ്ങനെ പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മണിമല കൃഷ്ണൻകുട്ടി ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലായിരിക്കും. രാധാകൃഷ്ണൻ വൈറ്റില, രാധാകൃഷ്ണൻ വൈറ്റില, നമ്മുടെ സമയം കഴിയാറായി. 1 മിനിറ്റ് താങ്കൾക്ക്. നമസ്കാരം. ഇതിപ്പോ ഡീൽ എന്നൊക്കെ പറഞ്ഞ ദുർബലമായ സ്ഥാനാർത്ഥിയെ നിർത്തിയ കുറച്ചോട്ടൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നല്ലാണ്ട് വലിയതൊന്നുമില്ല. കാരണം മികവ് നോക്കിയ ആൾക്കാർ വോട്ട് ചെയ്യുള്ളൂ. കാരണം ഇപ്പൊ എന്ന് വെച്ചാൽ ഞാൻ പറയണ ഇടതുപക്ഷം തന്നെ വരണം എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാല് ഇപ്പൊ ജയിൽ പുള്ളികൾക്കാണെങ്കിൽ ശമ്പളം കൂട്ടി, പിന്നെ പാർട്ടിക്കാരായ കൊലപ്പുള്ളികളെയൊക്കെ പരവുകൾ കൊടുക്കാൻ തുടങ്ങി. അപ്പൊ എല്ലാവർക്കും അതൊക്കെ കിട്ടി. പിന്നെ ഈ കക്കാനും മുക്കാനൊക്കെ ആയിട്ട് LDF തന്നെ തുടർന്ന് വരണം, എന്നാലേ അത് നടക്കുകയുള്ളൂ. കാരണം അടിസ്ഥാന സൗകര്യങ്ങൾ ജനങ്ങളുടെ എന്ത് ചെയ്തെന്നുള്ളതൊന്നും ഇല്ല. കാരണം ജനങ്ങൾക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഈ 10 വർഷം. ഈ 10 വർഷം കൊണ്ട് ചെയ്തതൊക്കെ ഇതൊക്കെ മാത്രമേ ഉള്ളൂ. ജനങ്ങൾക്ക് വളരെ എന്ത് സൗകര്യം, അടുക്കളയിൽ വെച്ച് നമുക്ക് തുടങ്ങി കഴിഞ്ഞാൽ തന്നെ ഒന്നും തന്നെ ഇല്ല. വിലക്കയറ്റമാണെങ്കിൽ രൂക്ഷമായ വിലക്കയറ്റം, എന്നിട്ട് ഇല്ല എന്നാ പറയണ. നമുക്കറിയാം ഈ വെളിച്ചെണ്ണയുടെ വില എവിടെ കിടന്നു. ശരിയാണോ? ഓക്കെ, നമുക്ക് ഒരു ദിവസം സംസാരിക്കാം. അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ. അപ്പോൾ ഞാൻ ഈ വിഷയം യൂട്യൂബിൽ പ്രേക്ഷകരോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഡീലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേരും പക്ഷേ സംശയത്തിലാണ്. അവർ 73% ആളുകൾ ഡീൽ ഉണ്ടോ എന്ന് സംശയിക്കുന്നവരാണ്. 27% ആളുകൾ അവർ പറയുന്നത് നോ ഡീൽ എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അവർക്ക് ഉറപ്പാണ്. ഏതായാലും അതൊരു സംശയമാണ്. ഏതായാലും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ധാരണകളും തന്ത്രപരമായ നീക്കങ്ങളും ഒക്കെ സ്വാഭാവികമാണ്. പക്ഷേ അതിന് നിർവചിതമായ ഒരു നൈതിക പരിധിയുണ്ട്. ആ പരിധി ലംഘിക്കപ്പെടുന്നുണ്ടോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. അങ്ങനെ ലംഘിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ജനാധിപത്യത്തിൻ്റെ ആത്മാവിന് തന്നെ ക്ഷതമേൽപ്പിക്കുന്നൊരു നടപടിയാവും. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ഒരിക്കലും ആശാസ്യമല്ല. തിരഞ്ഞെടുപ്പ് എന്നത് വെറും വിജയത്തിലേക്കുള്ളൊരു പോരാട്ടമല്ല, വിജയലക്ഷ്യത്തിലേക്ക് ചുരുങ്ങുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയുമല്ല, നീതിപൂർവവും സുതാര്യവുമായ ഒരു നിലയുറപ്പിക്കലാണ്. ജനാധിപത്യ പ്രതിബദ്ധതയുടെ പ്രാവർത്തിക മുഖമാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നത് മാത്രമല്ല പ്രധാനം. തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി മത്സരിക്കുക എന്നതാണ് ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ ആശയത്തിൻ്റെ വിജയം നിർണ്ണയിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ ശക്തി വിശ്വാസത്തിലാണ്. വിശ്വാസം നഷ്ടമായാൽ പിന്നെ ഒന്നും വിലപ്പോകില്ല, ഒരു തന്ത്രവും വിലപ്പോകില്ല. അപ്പോൾ ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.